അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ കഴിഞ്ഞു പോയ നമ്മുടെ ഇപ്പൊ 2025 ഇപ്പൊ ലാസ്റ്റത്തെ കാറ്റഗറി 1 മലയാളത്തിന്റെ ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്ന് കടക്കാം. എല്ലാവരും എക്സാമിനേഷൻ എഴുതിയോ? എന്താണ് എഴുതിയവരുണ്ടോ ക്ലാസ്സിൽ? ഹലോ, നിങ്ങൾക്ക് PPT കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. എല്ലാവരും പരീക്ഷ എഴുതിയവരുണ്ടോ ഈ കൂട്ടത്തില്? എഴുതിയവരാണ്. റിസൾട്ട് ഇന്നലെ വന്നു. 71 മാർക്ക്. ആണോ? എഴുതിയവരും ഉണ്ടല്ലേ? പലരും എഴുതിയവരും ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. തോറ്റവരും ഉണ്ടല്ലേ ഇതിന്റെ കൂട്ടത്തില്? അപ്പൊ നിങ്ങൾ ശരിയായി പഠിച്ചില്ല എന്നുള്ളതല്ലേ സത്യം? അപ്പൊ നന്നായി പഠിച്ചിരുന്നുവെങ്കിൽ മേ ബി നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ നമ്മുടെ PSC നോട്ടിന്റെ ഒരു വലിയൊരു പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 70% കുട്ടികൾ നമ്മുടെ ഈ ആപ്പിലൂടെ പഠിച്ച് PSC നോട്ടിലൂടെ പഠിച്ച് KTT കാറ്റഗറി 1-നും 2-നും വിജയം കൈവരിച്ചവരുണ്ട്. ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 70 എബോവ് കുട്ടികൾ പോലെ ജയിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ ആപ്പിലൂടെ പിന്നെ എടുത്ത കുട്ടികൾ. ആപ്പില് അവർ കാറ്റഗറി 1-നും 2-നും മാറ്റി ക്ലാസ് എടുത്ത ഒത്തിരി കുട്ടികൾ ജയിച്ചു. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോ നമ്മൾ ഇന്ന് മാത്രമല്ല, നമ്മൾ പഠിപ്പിച്ച പല കാര്യങ്ങളും വന്നു എന്നുള്ളതാണ് വളരെ വലിയ സത്യം. നമ്മൾ സന്ധികളായാലും വിഭക്തികളായാലും ഭേദഗാനുപ്രയോഗങ്ങൾ അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞു പോയതാണ്. ഞാൻ കഴിഞ്ഞ നമ്മളെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം വന്നിരുന്നു എന്നുള്ളതാണ് അതിനെക്കാട്ടിയും വലിയ സത്യം. പിന്നെ നമുക്ക് ഒത്തിരി നമ്മൾ പ്രീവിയസ്ലി നിങ്ങൾ ക്ലാസ്സുകളൊക്കെ റെക്കോർഡിംഗ് ക്ലാസ്സുകളൊക്കെ ഇവിടെ കാണുന്നവരായാലും ഇവിടുത്തെ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഇരുന്നവരായാലും നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം. നമ്മളെല്ലാം എന്താ പറയുന്നത്, റെക്കോർഡിംഗ് ക്ലാസ്സിലൂടെയും ലൈവ് സെഷൻ എന്ന് വെച്ചാൽ ഒരുപാട് ക്ലാസ്, ഇപ്പൊ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തു. ഓരോ പ്രത്യേക ഒരു ആപ്പിലും കാണാത്തൊരു ചെറിയ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സോഷ്യൽ സയൻസിന്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ നമ്മള് ഫിസിക്സ് എന്താ പറയുന്നത് പൊളിറ്റിക്കൽ സയൻസും ജിയോഗ്രഫിക്ക് വേറെ, ഹിസ്റ്ററിക്ക് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ക്ലാസ്സുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അതിപ്പോ മറ്റേ ആപ്പുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാര്യം എല്ലാം ഒരു ടീച്ചേഴ്സ് ആയിരിക്കും മിക്കവാറും എടുത്തു പോകുന്നത്. ഇപ്പൊ ഇവരങ്ങനെ ഓരോന്നിനും പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തു എടുത്തു പോയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ആപ്പിന്റെ വലിയൊരു പ്രത്യേകതകളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് എന്നെ പോയി പഠിക്കണമായിരുന്നു. അത് ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്നതാണ് കുട്ടികളുടെ അടുത്ത്. എന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക്, എന്നെ അറിയാവുന്നവർക്കും അറിയാം നമ്മൾ എങ്ങനെയാണ് ക്ലാസ്സിൽ ഏത് ലെവലിലാണ് ലാസ്റ്റ് ഒക്കെ പഠിച്ചു പോയിട്ടുള്ളത് എന്ന്. അപ്പൊ ആ ഒരു ലെവലാണ് ഇപ്പോഴും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ ഇപ്പൊ കഴിഞ്ഞു പോയ എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 71 മാർക്കൊക്കെ കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം ഇനി നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാം. കാറ്റഗറി 1-നാണ് 71 മാർക്ക് കിട്ടിയത്. അതെ അതെ. കാറ്റഗറി 1 എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. മാത്സ് ഒക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നോ? മാത്സിനൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നോ? പിന്നെ മലയാളവും ഇംഗ്ലീഷും ആണ് മാർക്ക് കുറയാറ്. മലയാളത്തില് ഞാൻ ചോദിക്കട്ടെ, വലിയ ഗ്രാമർ എന്ന് പറയുന്നൊരു കഠിനമായ ഗ്രാമർ വന്നില്ല. അത് മിസ്സേ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ടെൻഷനും ആണ്, ടൈമില്ലാതെ വരുന്ന ഒരു പ്രശ്നം. അപ്പൊ ടെൻഷൻ വന്നിട്ടാണ്. ഇപ്പൊ നമ്മൾ ചില പിള്ളേരെ നന്നായിട്ട് പഠിക്കും, ആ ടെൻഷൻ വന്നിട്ട് മറന്നു. അപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ള ലെവലിൽ പഠിച്ചു പോണം കേട്ടോ. ആ ടെൻഷൻ വന്നിട്ടാണ്. അതിന്റെ മുന്നേ എഴുതിയത് 56 മാർക്ക്, 5-6 അത്രേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 71 കിട്ടി എന്നുള്ളതാണ് സത്യം. അതെ അതെ. ആ ഒരു ധൈര്യം മുന്നോട്ട് നയിച്ചു അല്ലേ? അതെ അതെ. ഇനി ഈ ഒരു തവണയും കൂടി ശ്രമിക്കും, ബാക്കി ഞാൻ അടക്കും. അയ്യോ, അങ്ങനെ നിർത്താൻ പറ്റത്തില്ലല്ലോടാ. കാര്യം നമ്മളൊരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. അങ്ങനെ നിർത്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ടേമിൽ ഇയാൾക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു വിശ്വാസത്തോടു കൂടി നന്നായി പഠിക്കും. അങ്ങനല്ല ഇപ്പൊ പഠിച്ചതിൽ എന്തോ പാഴ്ചകൾ. അതെ, അന്നപ്പോ വരുന്ന ടെൻഷനാണ് പ്രശ്നം. അത് പരമാവധി ഞാൻ ഇപ്രാവശ്യം കൺട്രോൾ ചെയ്ത് ശ്രദ്ധിച്ച് അതിൻ്റെതായ മട്ടത്തിൽ ഇരുന്ന് എന്താ പറയാ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഭയങ്കര അങ്ങനെ റിസ്ക് എടുത്ത് വലിയ ഒരു റിസ്ക് ഒന്നും ഇവിടെ എടുക്കണ്ട. ആക്ച്വലി നിങ്ങൾ പഠിച്ചത് പഠിക്കാന് നല്ലോണം പഠിക്കലുണ്ട്, ഇരുന്ന് അല്ലാതെയും ക്ലാസ് കേട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്, എഴുതിയതും വായിക്കൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ക്ലാസ്സിൽ എക്സാം ഹാളിൽ എത്തുമ്പോ ആകെ ഇതായി പോവും. ടൈം ഉണ്ടാവില്ല എന്നൊരു ടെൻഷനാണ്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇനിയിപ്പോ പോയ കാര്യത്തെ കുറിച്ച് ഇനി സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ഇയാൾ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ.
നന്നായിട്ട് ഓക്കെ. പഠിക്കുമ്പോൾ അവിടെ നമുക്ക് നേടാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഇയാളിലേക്ക് നോക്കും. മലയാളം സന്ധികള് കാര്യങ്ങളെല്ലാം ഒരുവിധം കവർ ചെയ്തിട്ടാണ് പോവല്. പോയത് അവിടെ എത്തുമ്പോ അവിടെ ക്വസ്റ്റ്യൻ പക്ഷെ പേപ്പർ തന്നെ അല്ലടാ, ഇവിടുത്തെ റിപ്പീറ്റ് ഈ സന്ധിയുടെ പ്രത്യേകതയെ നമ്മൾ ക്ലാസിന്റെ അകത്തിരുന്ന് പഠിച്ച കാര്യങ്ങളാണ് ചോദിച്ചത്. അതാണ് സത്യം. അതുപോലെ ഞാൻ പഠിപ്പിച്ചു. നിങ്ങൾ ഡൗട്ട് അടിച്ച് ചോദിച്ച് പഠിച്ചതാ. അത് തന്നെ ചോദിച്ച അത് ആ ഒരു വേർഡിന് പോലും വ്യത്യാസപ്പെടാതെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സന്ധികളൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു. ഓരോന്ന് വിഭക്തി പഠിപ്പിച്ചു, സന്ധി പഠിപ്പിച്ചു, സമാസം പഠിപ്പിച്ചു. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സും ഒക്കെ ഗദ്യ പദ്യൊക്കെ തന്നിട്ട് അതിന്റെ അതേ ഈണത്തിലുള്ളത് നമ്മളോട് തെരഞ്ഞെടുക്കാൻ പറയില്ലേ? അതെങ്ങനെ നമ്മൾ തെരഞ്ഞെടുക്കുക? അത് നിങ്ങള് ഏറ്റവും എളുപ്പ ഒരു വഴി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പാടി നോക്കുക. വരികൾ ഈണത്തിൽ പാടി നോക്കുമ്പോൾ അതേ താളഗതി വരുന്നതിന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ സാധാരണ നിലവാരത്തിലുള്ള ഒരു അർത്ഥത്തിലേക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഞാൻ അത് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് പറയാം. കേട്ടോ? അതൊക്കെയാണോ ഇയാൾക്ക് തെറ്റിയത്? അങ്ങനെയുള്ളതാണോ തെറ്റിയത്? ഞാൻ +2 വരെ അറബിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, സെക്കൻഡ് ലാംഗ്വേജ്. വഴങ്ങണില്ല. അല്ലല്ല, ഇവിടെ കുഴപ്പമില്ല. കാര്യമൊക്കെ ഞാൻ വളരെ ഈസിയാണ്. പക്ഷെ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇതിന്റെ അകത്ത് വരുന്ന പെഡഗോജി പാർട്ട് സിമ്പിൾ അല്ലേ? അത് ചോദിക്കട്ടെ. എന്നാലും മലയാളത്തില് എനിക്ക് പ്രാവശ്യം 18 മാർക്ക് ഉണ്ട്. അല്ല, പെഡഗോജി പാർട്ട് വളരെ സിമ്പിൾ ആയിരുന്നു. അതിന്റെ അകത്ത് നിന്ന് എല്ലാ ഉത്തരവും കിട്ടും. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യത്തെ നോക്കൂ, ശൈലികളൊക്കെ എനിക്ക് വളരെ ഈസി ആയിരുന്നു. കാരണം സാധാരണ ശൈലികൾ നമുക്ക് കിട്ടാറില്ല. ഈ പ്രാവശ്യത്തെ ശൈലിയൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി നിങ്ങളിത് എന്താണ് ചെയ്തു വെച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. അത് വേറൊരു സത്യമാണ് കേട്ടോ. നമ്മള് പരീക്ഷയ്ക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ശ്രദ്ധയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിലേക്ക് വഴിതെളിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇതൊക്കെയാണ്. അപ്പം ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കുറച്ച് കുട്ടികൾ ഫെയിൽ ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. മറ്റുള്ള ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിലുള്ളവർ വന്നവരെല്ലാവരും ഓൾറെഡി പരീക്ഷ എഴുതി ഫെയിൽ ആയവരാണോ? ആണോ? പിന്നെ ഞങ്ങളുടെ ആപ്പിൽ തന്നെയുള്ള കുട്ടികളുണ്ടോ? PSC നോട്ടിലുള്ളവരുണ്ടോ? അതോ പുറത്തുനിന്നുള്ളവരാണോ? PSC നോട്ടിലുള്ളതാണ്. തന്നെയാണ്. ബാക്കി കുറച്ച് പുതിയതായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഈ PSC നോട്ടിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു അറിവുണ്ടായിരിക്കും ഇതിനെ കുറിച്ചൊക്കെ. ഉള്ള അറിവിനെ കുറച്ച് ഉറപ്പിക്കാനാണ് വേണ്ടിയിട്ടുള്ളത്. കാര്യം സന്ധ്യ എന്താണെന്നും സമാസം എന്താണെന്നും അറിയാമെങ്കിൽ ആ അറിവിനെ ഇനി ഉറപ്പിച്ചു വയ്ക്കുക. അതായത് ആവർത്തിച്ച് പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ നമുക്ക് ചിലതൊക്കെ അറിയാമായിരിക്കും, പക്ഷെ ഡൗട്ട് അടിക്കും നമുക്ക് ഇതാണോ അങ്ങനെ. ഇപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ നോക്കുമ്പോ ആണെങ്കിൽ ഒറ്റയടിക്കാൻ എനിക്ക് അറിയാം ഇതിന്റെ ഉത്തരം എന്ന് പറയാൻ ശ്രമിക്കുന്നവനാണ് കറക്റ്റ്. അതേസമയം എനിക്ക് അറിയില്ല, ശരിയാവില്ല, ഏതാണ് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പഠിച്ചില്ല എന്നാണ് അർത്ഥം. നിങ്ങൾ കൺഫ്യൂഷൻ വരുമെങ്കിൽ നിങ്ങൾ പഠിച്ചില്ല എന്നാണ് അർത്ഥം. അതെപ്പോഴും ശ്രദ്ധിക്കുക. അതിന് ഇവിടെ ഇപ്പൊ ആക്ച്വലി പറഞ്ഞോളൂ. ഇപ്രാവശ്യം ഞാൻ സോഷ്യലാണ്, കാറ്റഗറി 2 ആണ്. അപ്പൊ 60 ക്വസ്റ്റ്യൻസ് ആണ്. മാത്സ് സ്കിപ്പ് ചെയ്തതാണ്. 60 ക്വസ്റ്റ്യൻ. കഴിഞ്ഞ പ്രാവശ്യം കേട്ടിട്ട് ഞാൻ PSC നോട്ടിലുള്ളതായിരുന്നു. എനിക്ക് 79 മാർക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം എനിക്ക് 70 മാർക്കാണ്. അപ്പൊ എനിക്ക് സോഷ്യലിലാണ് മാർക്ക് ഒരുപാട് പോയത്. സോഷ്യലി നമ്മളെ പഠിച്ച മോഡലില് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. കൂടുതലും ക്വസ്റ്റ്യൻസ് അതിലിപ്പോ എന്നെ ഞാനുമാണ് പഠിപ്പിച്ചതെങ്കിലും അവിടെ എനിക്കൊന്നും പറയാൻ കഴിയത്തില്ല. പറഞ്ഞോളൂ. അതെ. സിലബസ് പുതിയതായതുകൊണ്ട് അല്ലല്ല അതിന് ഒരുപാട് പിള്ളേർ ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ജയിച്ചിട്ടുണ്ട്. അതിന് വേറൊരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ച് കേട്ടിട്ട് ഉത്തരം പറയും. പഠിപ്പിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾക്ക് ഹിസ്റ്ററി ഞാനല്ല പഠിപ്പിച്ചത്. ഇവിടെ ഞാൻ പഠിപ്പിച്ചത് ജിയോഗ്രഫിയും പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ സയൻസും ആണ് പഠിച്ചത്. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു പെഡഗോജി പാർട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളെ തോൽപ്പിക്കാൻ ചാൻസ് ഉള്ള 10 മാർക്ക് അവിടെ നിന്നും വരും. പെഡഗോജിയുടെ അകത്ത് കരിക്കുലം ചോദിക്കും, ഹിഡൻ കരിക്കുലം ചോദിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും. ആക്ച്വലി നിങ്ങൾ ആ പാർട്ട് പോയാലും സോഷ്യൽ സയൻസിന് പോകും. അത് പല പിള്ളേരും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അല്ല ടീച്ചറെ ഞാൻ എല്ലാം പഠിച്ചു, ഞാൻ തോറ്റു. അതിന്റെ ഉത്തരം നിങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കണം. ഈ പെഡഗോജി പാർട്ട് പെഡഗോജി സൈക്കോളജി നല്ല സുഖമായിരുന്നു പ്രാവശ്യം.
ഇവിടെ സോഷ്യൽ സയൻസിന്റെ പെഡഗോജി ആണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സോഷ്യൽ സയൻസിന്റെ അകത്തൊരു പെഡഗോജി അല്ല, വരുന്നുണ്ട്. ആ അതെ, സോഷ്യലിലും മലയാളത്തിലും ഒക്കെ വരുന്നുണ്ടല്ലോ പെഡഗോജി അതെങ്ങനെ ഭാഗം. അത് ഉണ്ടായിരുന്നു? നല്ല സിമ്പിൾ ആണല്ലേ? ഈ ജോഗ്രഫി പാർട്ട് നമ്മൾ പഠിച്ചതൊന്നും വന്നില്ല. നമ്മളൊന്ന് രണ്ട് വട്ടം ഒന്നുകൊണ്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക. നമ്മളൊരു ക്ലാസ്സിന്റെ ഒരു ഇത് നമ്മളെ മനസ്സിലുണ്ട് കൊണ്ടുവന്നാ മതി. അതൊക്കെ സിമ്പിൾ ആണ്. ഈ EVSC ക്വസ്റ്റ്യൻസ് മലയാളം അതൊക്കെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയത്. അല്ലല്ല, അല്ല, കാറ്റഗറി 1ന്റെ EVSനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല ക്വസ്റ്റ്യൻസുകളായിരുന്നു. കാര്യം പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, ഈ തോറ്റവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ വിധത്തിൽ പഠിച്ചില്ല എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ പഠിച്ച രീതി ലെവലുകൾ ശരിയല്ല. പിന്നെ അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, ടീച്ചറെ സിലബസിൽ മാറ്റം വന്ന ആണോ? അതല്ല. പിന്നെ ഇപ്പൊ പുതിയ സോഷ്യൽ സയൻസിന്റെ പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, അതെല്ലാരും കണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇന്നലെ കൂടി പഠിപ്പിച്ചതേ ഉള്ളൂ സോഷ്യൽ സയൻസിന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ബസാൾട്ട് ശിലകളും പിന്നെ അവശാദ ശിലകളും ഇതൊക്കെ തമ്മിൽ ഞാൻ 9th സ്റ്റാൻഡേർഡിലെ 9th CRT ടെക്സ്റ്റ് ബുക്ക് എടുത്തുകൊണ്ട് വന്ന് അതിന്റെ അകത്തു നിന്നാണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ട് പോകുന്നത്. പിള്ളേർ പറഞ്ഞു, ചില കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഈ പുതിയ സിലബസ് പ്രകാരം തന്നെ പഠിപ്പിക്കണേന്ന്. പക്ഷെ ഞാൻ പഠിപ്പിച്ച പല ആപ്പുകളിലെ സോഷ്യൽ സയൻസിന്റെ കുട്ടികളൊക്കെ ജയിച്ചു. അതൊരു വളരെ വലിയ സത്യം. കാര്യം നമുക്ക് അത്ര അധികം കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ആ ലെവൽ പഠിച്ചവരൊക്കെ ജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ തരികയും ലാസ്റ്റ് അത്രത്തോളം പഠിപ്പിക്കുകയും ചെയ്തു പല ക്വസ്റ്റ്യൻസുകളും. പക്ഷെ നമ്മൾ ജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി അവർ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരും അവരുടെ ലെവൽ ഓഫ് സ്റ്റഡീസ് എങ്ങനെയുള്ളതായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ ലെവലിൽ പഠിക്കാത്തത് കൊണ്ടായിരിക്കാം മേ ബി കിട്ടാതെ. പക്ഷെ നമ്മൾ അവസാനമൊക്കെ ഏകദേശം ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടു. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പേടിക്കണ്ട. അപ്പൊ അത് വരുമ്പോ നിങ്ങൾ എന്നെ പറയും, അയ്യോ ടീച്ചർ ഇങ്ങനെ ആകാമായിരുന്നു എന്ന്. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറഞ്ഞതിന്റെ ഒരു കാര്യമുണ്ട്, അത് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സോഷ്യൽ സയൻസ് 8, 9, 10 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. അതിൽ നല്ലപോലെ വായന ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ്. അതിന്റെ അകത്തുനിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പുറത്തുനിന്ന് ഒന്നും ചോദിക്കില്ല. അതാണ് സത്യം. ജോഗ്രഫിയാണ് ഏറ്റവും, എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയെക്കാട്ടി എളുപ്പമായിട്ടിരിക്കുന്ന ജോഗ്രഫിയാണ്. ഹിസ്റ്ററി നമ്മൾ കാണാതെ പഠിച്ചാൽ അവിടെ മറക്കും. ജോഗ്രഫി ഒരു പ്രാവശ്യം നന്നായി പഠിച്ചാൽ അവിടെ ഇരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഇനിയിപ്പം ഈ ടൈമിൽ ഞാനാണ് സോഷ്യൽ സയൻസ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പരമാവധി ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് അതേ ലെവലിൽ തന്നെ പോവാം. ഇനിയിപ്പോ സിലബസ് വ്യത്യാസം വരുന്നതുകൊണ്ട് മാറ്റമൊന്നും ഇനി വരാൻ പോകുന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്ക് ഓൾറെഡി മാറിക്കഴിഞ്ഞു. ഓക്കെ കുട്ടികളെ? ഓക്കെ മാം. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട. പിന്നെ നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മേഖലകൾ പ്രത്യേകിച്ച് എടുത്ത് ഒന്ന് പഠിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെയാണ് എനിക്ക് അറിയില്ലാത്തത്, ആ മേഖലകൾ എങ്ങനെയാന്ന് പറഞ്ഞ് പഠിച്ചെടുക്കാം. ഓക്കെ. എന്തായാലും പിന്നെ CRT ബേസ്ഡ് രീതി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി വേറെ ആർക്കും ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? വേറെ കാറ്റഗറി 2നെ കുറിച്ചോ 1നെ കുറിച്ചോ? ഇംഗ്ലീഷ് ഒക്കെ വളരെ ഈസി ആയിരുന്നില്ലേ നിങ്ങൾക്ക്? ഇംഗ്ലീഷ് ഹലോ കുട്ടികളെ പറയൂ. ഹലോ. ഇംഗ്ലീഷും മലയാളവും പിന്നെ അതുപോലെ സൈക്കോളജി ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് കുഴപ്പമില്ല, മലയാളം കുഴപ്പമില്ല, സൈക്കോളജി കുഴപ്പമില്ല. ഇപ്പൊ സോഷ്യൽ സയൻസ് ആണ് ഇയാളുടെ കുഴപ്പം അല്ലെ, പ്രശ്നമായത്. ഞാൻ 60 ക്വസ്റ്റ്യൻസ്, അതാണ് മാത്സ് ഇല്ല എനിക്ക്. 60 ക്വസ്റ്റ്യൻസ് സോഷ്യൽ മാത്രമാണ്. അപ്പൊ അവിടെ എന്താ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ പോലെ തോന്നുക. പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ നമ്മളെ എന്റെ കയ്യില് കേട്ടറ്റിന്റെ ബുക്കും ഉണ്ട്, പിന്നെ ടീച്ചർ എടുക്കുന്ന ക്ലാസ്സും നോട്ടും അതും ഉണ്ട്. അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പോലെ വന്ന പോലെ തോന്നുക. ഏതായാലും പ്രാവശ്യം 1, 2 മാത്രമേ ഉള്ളൂ ഈ മീറ്റിങ്ങിന്. ഈ മീറ്റിംഗിൽ ഇപ്പൊ ഞാൻ കേട്ടിട്ട് കാറ്റഗറി 1 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ PSC നോട്ടിൽ മൊത്തത്തില് 1ഉം 2ഉം മാത്രമാണ് സാർ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നത് ഇവരുടെ ആപ്പിലൂടെ. ഈ കേട്ടിട്ട് കാറ്റഗറി 3നെ കുറിച്ച് എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ പ്രാവശ്യം പുതിയതായിട്ട് വന്നോ എന്ന് എനിക്കറിയില്ല. വരുവാണെങ്കിൽ പറയാം. ഇയാൾ ഏത് കാറ്റഗറിയാ? 4 ആണ്. അപ്പൊ 4ൽ മലയാളം വരുന്നുണ്ടല്ലോ അല്ലേ? പിന്നെയുണ്ട്. അപ്പൊ ആ ലെവലിൽ ഇത് പഠിച്ചെടുത്താലും മതിയടാ. കാര്യം ഇവിടെ നമ്മൾ പൊതുവിൽ ഇപ്പൊ ഞാനിപ്പോ ഇവിടെ കാറ്റഗറി 1ന്റെ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നേ ഉള്ളൂ. ആക്ച്വലി ഇവിടെ എനിക്ക് 2 കൊണ്ടുവന്നാലും 3 കൊണ്ടുവന്നാലും നമ്മൾ പഠിപ്പിക്കേണ്ട എല്ലാം പൂർണ്ണമായിട്ട് തന്നെ പഠിപ്പിക്കും. അപ്പൊ ഏതിന് ചോദിച്ചാലും മലയാളത്തിൽ ഇപ്പൊ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ പഠിപ്പിച്ചു പോയി. ഏത് ചോദിച്ചാലും എഴുതത്തക്ക വിധത്തിൽ പറഞ്ഞു. മനസ്സിലായോ? അതുകൊണ്ടാ. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ക്ലാസ്സിലേക്ക് കടക്കാം.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആ വന്നിരിക്കുന്നത്. സംഗീതപരമായ ബുദ്ധി വികാസവുമായി, നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന ആൻസർ കീ അനുസരിച്ച് പറയണ്ട കേട്ടോ, അതിൽ തെറ്റുകളുണ്ട്. അപ്പോ സംഗീതപരമായ, ഇത് ഒരു കുട്ടി എഴുതിയ ക്വസ്റ്റ്യൻ ആണ്. സംഗീതപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? സംഗീതപരമായ ബുദ്ധി, വിവിധ തരത്തിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബഹുതര ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ബഹുതര ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ് കുട്ടികളെ? ഹവാർഡ് ഗാർഡനർ. ഹവാർഡ് ഗാർഡനർ. അറിയാം എല്ലാവർക്കും. അപ്പൊ ഇവിടെ സംഗീതപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? പോസ്റ്റർ തയ്യാറാക്കൽ, നാടകരചനയും അവതരണവും, കവിതകൾക്ക് താളം കണ്ടെത്തൽ, സംവാദങ്ങളിൽ ഏർപ്പെടൽ. സ്വാഭാവികമായിട്ട് സിമ്പിൾ ചോദ്യമാണ്. പോയി ഏതാ? ബി ആണ്. കവിതകൾക്ക് താളം കണ്ടെത്തലാണ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഇനി എപ്പോഴും ചോദിക്കും കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതും നമ്മുടെ പെഡഗോജി പാർട്ടിന്റെ അകത്ത് തന്നെയാണ് അടുത്തൊരു ക്വസ്റ്റ്യനും വരുന്നത്. നോക്കൂ, ഭാഷയെ വാചികേഷ്ട അല്ലെങ്കിൽ വേർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജിൻ പിയാഷെ, വൈഗോട്സ്കി, BF സ്കിന്നർ, ബെഞ്ചമിൻ എസ് ബ്ലൂം. ആരാണ് കുട്ടിയെ ഭാഷയെ വാചികേഷ്ട അല്ലെങ്കിൽ വേർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത്? ആരായിരിക്കും? ജിൻ പിയാഷെ ആണോ, സ്കിന്നർ ആണോ, വൈഗോട്സ്കി ആണോ, ബെഞ്ചമിൻ എസ് ബ്ലൂ ആണോ? ഇവിടെ ഡൗട്ട് അടിച്ചോ സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ? ആ കുട്ടി തന്നിരിക്കുന്ന ഉത്തരം ആരും പറയരുത് കേട്ടോ, കുറച്ചൊക്കെ തെറ്റുകളുണ്ട്, കുറെ പലതിലും തെറ്റും. വൈഗോട്സ്കി അല്ല. ഭാഷയെ വാചികേഷ്ട വെർബൽ ബിഹേവിയർ പിയാഷെ അല്ല. ഉത്തരം കറക്റ്റ് ഉത്തരം BF സ്കിന്നർ തന്നെയാണ്. ഇത് ചിലപ്പോ നിങ്ങൾ പുതിയതായിട്ട് കേട്ടിട്ടുള്ളതായിരിക്കും അല്ലെ? ഇത് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇതൊരു പുതിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഭാഷയെ വാചികേഷ അല്ലെങ്കിൽ വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത്, ഭാഷയെ വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? BF സ്കിന്നർ ആണ്. സ്കിന്നറിന്റെ സിദ്ധാന്തങ്ങൾ അറിയാലോ. അദ്ദേഹം ഏത് തരത്തിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു കുട്ടികളെ? BF സ്കിന്നർ പറയാമോ? അദ്ദേഹം ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് സ്കൂൾ ഓഫ് സൈക്കോളജി റിലേറ്റഡ് ടു BF സ്കിന്നർ? ആർക്കെങ്കിലും പറയാമോ? എങ്കിലും ഉത്തരം കിട്ടും. ആരെ പറഞ്ഞുകൂടാ? അപ്പൊ പെഡഗോജിയിൽ നിങ്ങൾ കുറച്ച് ബാക്കാണല്ലോ, പറയൂ. രക്ഷയില്ല. എടാ, ഇത് സംഗതി എന്തെന്നറിയാമോ? നമ്മളൊന്ന് എഴുതി വെച്ചോണം കേട്ടോ. മേ ബി ഇനി ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ, വാചികേഷ്ട എന്ന് പറയുമ്പോ ഇതൊരു പഠന രീതിയാണ്. ഭാഷയെ പഠിക്കുന്ന നമ്മളിപ്പോ ലാംഗ്വേജ് ഒരു കുട്ടി മനസ്സിലാക്കുന്ന രീതിയാണ്, ഒരു പഠന രീതിയായി കണക്കാക്കുന്നു. വാചികേഷ്ട എന്ന് പറഞ്ഞാൽ വെർബൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരു പഠന രീതി എന്ന് വെച്ചാൽ എങ്ങനെയാണ് കുട്ടികൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്? ഭാഷയും ആശയവിനിമയവുമാണ് പഠനത്തിന് ആധാരം അല്ലെ? ഭാഷയും ആശയവിനിമയവുമാണോ കുട്ടികളെ പഠനത്തിന് ആധാരം? പറഞ്ഞേ, ആണോ? ഭാഷയും വേണം, കമ്മ്യൂണിക്കേഷനും വേണം. ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനുമാണ് ഒരു പഠനത്തിന് ആധാരം എന്നാണ് ഈ വെർബൽ ബിഹേവിയർ എന്ന കോൺസെപ്റ്റിലൂടെ VN സ്കിന്നർ അർത്ഥമാക്കിയത്. ഉത്തരം BF സ്കിന്നർ ആണ്. നിങ്ങൾ ഇനി എന്താണ് ടീച്ചർ ഈ വെർബൽ ബിഹേവിയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഭാഷയും അല്ലെങ്കിൽ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനുമാണ് പഠനത്തിന് ആധാരം എന്നാണ് അദ്ദേഹം ഈ ഒരു ഇതിലൂടെ പറഞ്ഞത്. എന്ന് വെച്ചാല് ഇവിടെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് കേവലം വാക്കുകൾ പറയുക മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. വാക്കുകളിലൂടെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണോ പഠനം എന്ന് പറയുന്നതല്ല, മറിച്ച് എഴുതണം, ചിന്തിക്കണം, ഇവയെല്ലാം ഇതിലൂടെ വരുന്നു. എഴുത്ത് വരുന്നു, ചിന്തനം വരുന്നു. അപ്പൊ ഇവയെല്ലാം കൂടി ചേർന്നാണ് വെർബൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പഠനം എന്ന് പറയുന്നത് BF സ്കിന്നർ അദ്ദേഹത്തിന്റെ വെർബൽ ബിഹേവിയറിലൂടെ അർത്ഥമാക്കുന്നത് ഭാഷയും ആശയവിനിമയവും കൂടി ചേരുമ്പോഴാണ് പഠനമാകുന്നത്. അപ്പോ പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ കേവലം വാക്കുകൾ മാത്രം പ്രയോഗിക്കുകയല്ല പഠിക്കുക എന്നുള്ളത്. നമ്മൾ വെറുതെ ഇങ്ങനെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പഠനമാകുന്നില്ല, മറിച്ച് നമ്മൾ ആംഗ്യങ്ങളിലൂടെ ഗസ്റ്റേഴ്സുകൾ, നിങ്ങൾക്കറിയാലോ ഗസ്റ്റേഴ്സുകൾ, ചിന്തകൾ, പിന്നെ ആംഗ്യങ്ങള്, എഴുത്ത്, ചിന്ത എന്നിവയൊക്കെ തന്നെ ഈ പഠനത്തിൽ ഉൾപ്പെടും. മനസ്സിലായ? ഇങ്ങനെ പറയുന്ന ഈ വെർബൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു പഠന രീതിയാണ്. ആര് കൊണ്ടുവന്നത്? BF സ്കിന്നർ കൊണ്ടുവന്ന ഒരു പഠന രീതിയാണ് എന്തെന്നറിയപ്പെടുന്നത് വെർബൽ ബിഹേവിയർ. ആക്ച്വലി ഇത് സംഗതി എന്താണെന്നറിയോ കുട്ടികളെ? വെർബൽ ബിഹേവിയർ തെറാപ്പിയാണ്. ഇതൊരു തെറാപ്പിയാണ്. സൈക്കോളജിയിൽ നമ്മൾ അഗാധമായ തലങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ പഠിക്കും. വെർബൽ ബിഹേവിയർ തെറാപ്പിയാണ് ആക്ച്വലി എന്താണെന്നറിയപ്പെടുന്നത് BF സ്കിന്നർ കൊണ്ടുവന്ന ഈ ഒരു രീതി, വെർബൽ ബിഹേവിയർ തെറാപ്പി. ക്ലിയർ ആയിട്ട് മനസ്സിലായ കുട്ടികളെ? അപ്പൊ എന്താണ് കുട്ടികളെ വെർബൽ ബിഹേവിയർ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്ന? ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞേ. അദ്ദേഹം ഭാഷയെ എങ്ങനെയാണ് കാണുന്നത് വെർബൽ ബിഹേവിയറിലൂടെ?
ഭാഷയെ ആശയവിനിമയം ആധാരം. അതെ അതായത് ഒരു പഠന രീതിയായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ ഏതൊക്കെ ചേരുമ്പോൾ ഭാഷയും ആശയവിനിമയം കൂടി ചേരുമ്പോഴാണ് ലേണിംഗ് പൂർത്തീകരിക്കുന്നത്, പഠനം പൂർത്തീകരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ വെറുതെ വാക്കുകൾ മാത്രം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ അവിടെയും പഠനമാവത്തില്ല. മറിച്ച് നമ്മൾ ഒരു ഭാഷ പഠിക്കുമ്പോൾ വാക്കുകൾ വേണം, വാക്കുകളോടൊപ്പം എഴുത്ത് വേണം, ആംഗ്യം വേണം, ചിന്ത വേണം. അപ്പൊ ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് വെർബൽ ബിഹേവിയർ ആവുന്നത്. അപ്പൊ ഇതേ കൊണ്ടുവന്ന് ആക്ച്വലി ഇതൊരു തെറാപ്പിയാണ്, വെർബൽ ബിഹേവിയർ തെറാപ്പി എന്നൊരു രീതിയാണ്. ഇത് എഴുതി വെച്ചോണം. നോട്ട് എഴുതുന്നുണ്ടോ? എഴുതുന്നുണ്ട്. നോട്ടും കൂടെ എഴുതി പോവാട്ടോ. ക്ലിയർ ആയിട്ട് ഇനി പഠിച്ചു പോവുക. ഇനി അടുത്തത് നമ്മൾ അടുത്തൊരു വളരെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് കൂടെ കടക്കാണ്. ഇതും കുറച്ച് ബുദ്ധിയുള്ളവർക്ക്, ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന മറ്റു ചില കുട്ടികളുണ്ട്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒന്നും പഠിക്കാതെ പോയവർക്കും ഉത്തരം കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞത്. അതായത് നമുക്കൊരു ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയും, ബാക്കി എല്ലാ ഓപ്ഷനും നോക്കണം. ഇത് തന്റെ വ്യത്യാസം. അതാണ് ഈ ലോജിക്കൽ റീസണിങ് പവർ ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ചിലവർ ഒന്നും പഠിക്കത്തില്ല, പക്ഷേ ഉത്തരം എഴുതാനുള്ള കഴിവ് അവർക്കുണ്ട്. അവർക്ക് നല്ല പേടിയൊന്നും കാണത്തില്ല, നല്ല തീരെ അധികം സീരിയസ്നെസ് ആയിട്ട് പരീക്ഷ എടുക്കാറുമില്ല, പക്ഷെ അവര് ജയിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു വൺ ഓഫ് കാറ്റഗറിയാണ് കേട്ടോ, ഒരു കാറ്റഗറി അങ്ങനെയുള്ള കുട്ടികളുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചൊക്കെ ആ ഒരു ലെവലിൽ നിങ്ങൾ ഇതിലൂടെ എടുത്ത് പ്രയോഗിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ് ക്ലാസ്സിൽ, ഈ 4 ഓപ്ഷൻ വരുമ്പോൾ അതിൽ ഒരു ഓപ്ഷനെ ചൂസ് ചെയ്യാനുള്ള കഴിവ് അത് ഒരു പഠനത്തിലൂടെ മാത്രം കിട്ടത്തില്ല. അതാണ് ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, ചിന്തനം. നമ്മുടെ സൈക്കോളജിയിൽ എപ്പോഴും ഈ ചിന്തനത്തിന് പ്രാധാന്യം പഠനത്തിൽ കൊടുക്കുന്നു. നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ട് ഉത്തരം എഴുതാനുള്ള കഴിവ്, അത് പഠിക്കണമെന്നില്ല, ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പൊതുവായൊരു അറിവ് കാരണം നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങളിതെല്ലാവരും ആരെങ്കിലും എഴുതിയതാണോ? വ്യാക്ഷേപണ ശബ്ദം, വ്യാക്ഷേപണം അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാക്ഷേപക ശബ്ദമല്ലാത്ത വാക്യം ഏത്? വ്യാക്ഷേപക ശബ്ദം ഏതാണെന്ന് അറിഞ്ഞിട്ടല്ലേ അതല്ലാത്ത വാക്യം കണ്ടെത്താൻ പറ്റൂ. എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാക്ഷേപക ശബ്ദമല്ലാത്തത് ഏത്? അതെ, വായനയ്ക്ക് അവധിയില്ല. അയ്യോ, ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ഛി, വക്രബുദ്ധി തുടരുന്നത് രാമനോടാ. ആ പുഷ്പമേ, നിനക്കെന്തു ഭംഗി. ഇതാണ് കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ. ഒന്നും കൂടെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാക്ഷേപക ശബ്ദമല്ലാത്ത വാക്യം ഏത്? വ്യാക്ഷേപക ശബ്ദമല്ലാത്ത വാക്യത്തെ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വ്യാക്ഷേപക ശബ്ദം എന്താണെന്ന് അറിഞ്ഞല്ലേ കണ്ടെത്താൻ കഴിയാതിരിക്കൂ, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് ഇതിൽ നിന്ന്. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതോ ഒരു ഓപ്ഷൻ വ്യാക്ഷേപക ശബ്ദമല്ലാത്തതാണ്, വ്യാക്ഷേപക ശബ്ദമല്ലാത്തതാണ്. അപ്പൊ വ്യാക്ഷേപക ശബ്ദം എന്താണ് കുട്ടികളെ? പറയൂ, പറയാമോ? എന്താണ് വ്യാക്ഷേപക ശബ്ദം? ആർക്കും അറിയില്ല? ക്ലാസ് ഇരിക്കുന്ന ആർക്കും അറിയില്ല? ഉത്തരം വെറുതെ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് ഓക്കെയാണ്. നിങ്ങളൊന്ന് വെറുതെ പറഞ്ഞു നോക്കി, 4 ഓപ്ഷനിൽ നിന്ന് ഒരു ഓപ്ഷൻ കണ്ടെത്താനുള്ള കഴിവൊന്ന് പറഞ്ഞേ, പറയൂ. ആണോ? ഏപ്പ അതിലാ കുട്ടി ടിക്ക് ചെയ്തത് കണ്ടിട്ടാണോ പറഞ്ഞത്? അല്ല അല്ല അല്ല, പിന്നെ ഇയാൾ അതെ അതെ അതെ, അത്ര മാത്രം മതി. അപ്പോ ബാക്കിയെല്ലാം നമ്മള് ആശ്ചര്യ ചിഹ്നങ്ങൾ കാണുന്നുണ്ട്, ഇവിടെ നമ്മൾ കാണുന്നില്ലല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് കൂടെ പഠിച്ചു കുട്ടികളെ. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം. എന്താണ് കുട്ടികളെ? ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ് വ്യാക്ഷേപകം എന്ന് പറയുന്നത്. വ്യാകരണത്തിൽ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന വ്യാകരണത്തിൽ ഇത് പ്രധാനമായും സംസാരത്തിലൂടെയാണ് കടന്നു വരുന്നത്. നമ്മൾ വികാരങ്ങൾ നമ്മുടെ സംസാരത്തിലൂടെയല്ലേ കടന്നു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാധാരണ വികാരങ്ങൾ, അയ്യോ അതൊരു വികാരമാണ്, ഇത് ഇമോഷൻ പദമാണ്, ആഹാ അതൊരു ഇമോഷൻ, കഷ്ടം തുടങ്ങിയവ വ്യാക്ഷേപകങ്ങൾക്ക്, വ്യാക്ഷേപക വ്യാകരണ പദങ്ങൾക്ക് ഉദാഹരണമാണ്. നിങ്ങൾ ഇനി ഒന്ന് നോക്കി, ഇതെല്ലാം ഇതിലുണ്ടോ നോക്കി. അയ്യോ, ഛി, ഹാ, പുഷ്പം. കണ്ട, അയ്യോ ഞാൻ ഒരിക്കലും കളവ് പറയില്ല. ഇവയൊക്കെ വ്യാക്ഷേപക ശബ്ദങ്ങളാണ്. അപ്പൊ എന്താണ് വ്യാക്ഷേപക ശബ്ദങ്ങൾ കുട്ടികളെ? വ്യാക്ഷേപക ശബ്ദങ്ങൾ എന്താണ് എന്ന് പറഞ്ഞേ. ഒരു വാക്യത്തിൽ ഒരു വാചകത്തിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദമാണ്. ഹലോ, എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മള് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാത്ത വിധത്തിൽ നിങ്ങൾ എന്താ പറയുന്നത്, മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കണമേ. ബാക്കി എല്ലാരും പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞു പഠിച്ചു പോകണം കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതി വെക്കുന്നുണ്ടോ? നോട്ട് എഴുതുന്നുണ്ടോ? എഴുതുന്നതിനോടൊപ്പം പറഞ്ഞു പോയ എന്താണ് വ്യാക്ഷേപക ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഒരു വാചകത്തിൽ
ഉണ്ടാകുന്ന ഒരു വികാരത്തെ വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദം, അത്തരത്തിലുള്ള വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ നമ്മുടെ കുട്ടികളെ, അത്തരത്തിലുള്ള വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മുടെ ഈ വാക്യങ്ങളിൽ ഓരോന്നിലും ഉണ്ട്. കണ്ടോ? എവിടെ? അയ്യോ, ചി, ഹാ, ഇതൊക്കെ നമ്മുടെ ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വികാര ശബ്ദങ്ങളാണ്. അവയെല്ലാം 3 ഓപ്ഷനിലും ഉണ്ട്. എന്നാൽ അതെ, വായനയ്ക്ക് അവധിയില്ല എന്ന് പറയുന്ന ഒരു വ്യാക്ഷേപക ശബ്ദമല്ല. അവിടെ ഒരു പ്രത്യേകിച്ചൊരു വികാരങ്ങൾ അവിടെ വരുന്നില്ല. അതെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെ എന്ന് പറയുമ്പോൾ ഒരു വ്യാക്ഷേപക ശബ്ദമല്ല ആക്ച്വലി. ആണോ? ഒരു വികാര ശബ്ദം അതിൽ പുറപ്പെടുവിപ്പിക്കുന്നില്ല. അപ്പൊ ഇതൊന്ന് എഴുതി കുറിച്ച് വയ്ക്കുക. കാര്യം ഇത് സാധാരണയായിട്ട് അങ്ങനെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ല. എങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. എനിക്ക് മിക്കവാറും പക്ഷേ 2017-ലും 2012-ലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഉണ്ട്, മേ ബി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ അതേപടി ഇപ്പൊ എന്ന് വെച്ചാൽ 2-3 വർഷം കൊണ്ട് ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ല. എന്താ? നമുക്ക് വളരെ പ്രീവിയസ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസുകൾ എടുത്തുകൊണ്ടൊന്ന് പഠിക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് കണ്ട് പഠിച്ചവർക്ക് ഇത് കിട്ടുമ്പോൾ പിന്നെ ഞാൻ ലോജിക്കൽ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇത് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ കുറെ നേരം മിണ്ടാതിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ലോജിക്കലി ഒന്ന് ചിന്തിച്ച് നോക്കൂ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പറഞ്ഞു ടീച്ചറെ ഉണ്ട്. ആ പ്രത്യേകത എന്താ? ബാക്കിയെല്ലാം ആശ്ചര്യ ചിഹ്നങ്ങൾ കണ്ടു, ഇവിടെ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ വച്ച് പിടിച്ചു. ശരി തന്നെ. കേട്ടോ കുട്ടികളെ? ഓക്കെ, അതാണ് കറക്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഞാൻ ക്ലാസ്സിൽ ഒരുപാട് തവണ പല പ്രാവശ്യം പഠിപ്പിച്ച് അല്ല എന്ന് പറയാൻ പറ്റും. എന്റെ ക്ലാസ്സിൽ ഇരുന്നവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 94-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചതാണോ അല്ലേ കുട്ടികൾ എന്ന് നിങ്ങൾ പറഞ്ഞേ. PDF-ൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. പറഞ്ഞേ, ക്ലാസ്സിൽ പഠിപ്പിച്ചതായിരുന്നോ? ഹലോ കുട്ടികളെ പറയൂ. അല്ല, നിങ്ങളുണ്ടോ? ഹലോ പറഞ്ഞോളൂ. ഈ പദജോടികൾ നമ്മൾ പഠിച്ചതാണോ അല്ലയോ? നിങ്ങൾക്ക് അറിയാവോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഉയർച്ച ആഗ്രഹിക്കുന്നയാള്, അറിയാൻ ആഗ്രഹിക്കുന്നയാള്, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാള്, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാള്. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചതാണോ? നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പഠിച്ചതാണ്. എന്നിട്ട് ഇവിടെ ശരി ഉത്തരം കറക്റ്റ് ചെയ്താ കണ്ടോ? ഞങ്ങളുടെ ഏതോ ഒരു കുട്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ശരിയാണോ കുട്ടി? അപ്പൊ ആ കുട്ടി എഴുതിയിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ശരിയാണോ? പറയും, നിങ്ങൾ പറയും. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണോ മുമുക്ഷു? ആണോ? അല്ല. അപ്പൊ ഇവിടത്തെ ശരിയായ ഉത്തരം ഏതാ? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ പേര് പിന്നെ എന്താ? ഓപ്ഷൻ സി, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് വിപഠിക്ഷു. അങ്ങനെയാണെങ്കിൽ ഈ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളാരാ? ഇങ്ങനെ പഠിക്കാതെ നിങ്ങൾ ഇപ്പൊ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ടീച്ചറെ ഞാൻ നന്നായിട്ട് പഠിച്ചു, എനിക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇതെല്ലാം പഠിക്കണം. ഇതിൽ എന്തോരം എളുപ്പപ്പെട്ടതായിരുന്നു എന്നറിയാം. ഇവിടെ കാറ്റഗറി 1-ന് തോറ്റവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നിങ്ങൾ എഴുതി കാണത്തില്ല ആക്ച്വലി. അതുകൊണ്ടാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് എഴുതിയിരുന്നെങ്കിൽ കിട്ടിയേനെ. ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ എന്താണ് കുട്ടികളെ? പറഞ്ഞ കുട്ടികളെ, ഉയർച്ച ആഗ്രഹിക്കുന്ന ആളിനെ വിളിക്കുന്ന പേര് ഉൽപദേഷ്ണു. ഓപ്ഷൻ ബിയിലാണ്. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാരാ? ജിജ്ഞാസു ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള് വിപഠിക്ഷു തന്നെയാണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാരാ? അല്ലല്ല, വിപാസു അല്ല, ബുഭുക്ഷു ആണ്. ഭക്ഷിക്കാൻ ബുഭുക്ഷു ആണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാള്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് നോക്കാം. ഞാൻ ഇവിടെ എല്ലാം ഏകദേശം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇതേ കാര്യം തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന് പഠിപ്പിച്ചതാണ്. കഴിഞ്ഞ കണ്ട വിപഠിക്ഷു, ഞാൻ കൊടുത്ത PDF അതേപടി ഇവിടെ കൊണ്ടുകണ്ട. വിപഠിക്ഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അത് മാത്രം പഠിച്ചാൽ മതി. ഏതോ ഒരു കുട്ടി ഇതിന്റെ അകത്ത് പറഞ്ഞു ടീച്ചറെ വിപാസു ആരാ? കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. നിങ്ങൾ പഠിച്ചെടുക്കൂ. നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നിട്ട് ജയിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായി പഠിച്ചെടുക്കുവാണ്. ഇങ്ങനെ ആവർത്തിച്ച് വിപഠിച്ചു, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ, വിപാസു, കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. മനസ്സിലായി? ഇങ്ങനെ പഠിച്ചെടുക്കുന്നവരാണ്. ഇല്ല എങ്കിൽ ഞാനിത് കണ്ടോ, ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപടി കണ്ടോ, ഇതേപടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ നോക്കൂ, ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇതേപടിയാണ് കൊടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി നോക്കാം. അതേപടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. കണ്ടോ? എല്ലാം ഇത് മുന്നേ ക്ലാസ് ഞാൻ ആദ്യമായിട്ട് ചേർന്നതാണ്.
ആദ്യത്തെ ലൈവ് ക്ലാസ് ആണ്. അപ്പൊ ഇത് മുന്നേ പഠിപ്പിച്ചു എന്ന് പറയുമ്പോ എപ്പോഴും പഠിപ്പിച്ച കാര്യമാണ് മിസ് പറയുന്നത്? ഞാന് PSC നോട്ടില് കഴിഞ്ഞ വർഷങ്ങളില് ഈ നമ്മളെ കുട്ടികൾക്ക് ഈ എന്താ പറയുക ഒറ്റപ്പദങ്ങളൊക്കെ പഠിപ്പിച്ച സമയത്ത് പഠിപ്പിച്ചതാണ്. ഇപ്പൊ നമുക്ക് പുതിയ ക്ലാസ് ഇന്ന് മുതൽ ഇയാൾ പേടിക്കണ്ട. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ ഇയാൾ പേടിച്ചിരിക്കും, അയ്യോ ടീച്ചർ കുറെയൊക്കെ പഠിപ്പിച്ച് തീർന്നു, ഞാൻ ഇന്നിപ്പോ ആദ്യമായിട്ടാണ് കയറിയത്, എനിക്കൊന്നും അറിയില്ല എന്ന് പേടിക്കണ്ട. കാര്യം എന്തെന്നറിയാമോ? ഇയാളുടെ പേര് എനിക്ക് അറിയത്തില്ല, പറഞ്ഞ പേരെന്താ? റീന. റീന ഒരു കാര്യം മനസ്സിലാക്കൂ റീന. ആക്ച്വലി സന്ധികൾ നമ്മളെ റീനയ്ക്ക് ഒരു പേടിയാണ്. റീന, ഞാന് ഇപ്പൊ ആക്ച്വലി സന്ധികളും വിഭക്തികളും ഒരു ദിവസമേ പഠിപ്പിക്കത്തുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യനും. മനസ്സിലായോ? ഓരോ ദിവസവും 2 or 3 ടോപ്പിക്കുകൾ വെച്ച് പഠിപ്പിക്കും. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത അതല്ല. ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും വിത്ത് അവയർനെസ് ലഭിക്കുക എന്നുള്ള നിലയിലാണ് ഇന്നത്തെ ക്ലാസ്. ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് ആണെങ്കിൽ വേണോ പിന്നെ നമുക്ക് വേണമെങ്കിൽ വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്ത് അങ്ങ് പോകാൻ. അങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ റീന? പറയൂ റീന. ഇല്ല, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ മുന്നേ പഠിപ്പിച്ചു എന്ന് പറയുമ്പോ ഞാനത് അറ്റൻഡ് ചെയ്താതെ പോയതാണോ? ഇല്ല, ഞാൻ PSC നോട്ടിന്റെ പഴയ ക്ലാസ്സുകളിലെ കാര്യം പണ്ട് ഞാൻ ഈ ആപ്പിൽ കുട്ടികൾക്ക് വേണ്ടി പഠിപ്പിച്ച അതേപടി ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോ റീനയെ സംബന്ധിച്ചിടത്തോളം ഞാൻ റീനയുടെ അടുത്ത് ഇനി പറയും. റീന അടുത്ത വർഷം ഇരിക്കണമെന്നല്ല, ഇരിക്കില്ല എങ്കിലും റീനയുടെ അടുത്ത് ഞാൻ പറയും. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മുമുക്ഷു, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ, ടീച്ചർ പഠിപ്പിച്ചതല്ലേ? ഇനിയിപ്പോ അടുത്ത ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ റീന പറയാം, ആ ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപടി വന്നോ വന്നില്ലേ? വരും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് റീനയെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. മനസ്സിലായോ? റീനയ്ക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒരൊറ്റ കാര്യം പഠിപ്പിച്ചു. റീന എന്താ മനസ്സിലാക്കിയത്? വ്യാക്ഷേപക ശബ്ദം എന്താണെന്ന് റീന പറയൂ റീന. ഇന്നത്തെ ക്ലാസ് മുതൽ മലയാളം പഠിക്കാൻ പോവാണ്. വ്യാക്ഷേപക ശബ്ദം എന്താണ്? പറയൂ. ഒരു സെന്റൻസിലെ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തെ സൂചിപ്പിക്കുന്ന ശബ്ദം. വെരി ഗുഡ്. അത് പഠിച്ച് അത് നോട്ട് എഴുതിയോ? ഇത് ഞാൻ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് ആദ്യത്തെ ക്ലാസ് ഒന്ന് കരുതിയാൽ മാത്രം മതി. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാത്രമല്ല ആക്ച്വലി ഇവിടെ വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ചെയ്യും, വിത്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും പഠിപ്പിച്ചു. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് 94-ാമത്തെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ആൾ ആരാണെന്ന് കണ്ടു. ഉൽപദേഷ്ണുവാണ്. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? ജിജ്ഞാസുവാണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? വിപഠിക്ഷുവാണ്. ബാക്കിയുള്ളതാ ഒരുപാട് ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം പഠിച്ചു പോയാൽ അത്രയും നല്ലത്. ഇനി നിങ്ങൾ ഏത് ലെവൽസിലേക്ക് പഠിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പഠിച്ചു പോണം. അധാനുതപം, എടാ ഇതെല്ലാം ഇന്നിപ്പോ ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇപ്പം തന്നെ ഇതിന്റെ PDF എടുത്തങ്ങ് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതിപ്പോ ആരെ കൈ കിട്ടും? റീനയുടെ കൈ കിട്ടോ? റീന ഇത് പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞില്ലേ സകല കാര്യവും തരും. എന്നിട്ട് തോക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെയും കൂടെ തെറ്റാ. കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുത്തേ പറ്റൂ റീന, കേട്ടോ? റീന ഇതിനു വേണ്ടിട്ട് ഇരുന്ന് പഠിക്കണം. PSC നോട്ടിന്റെ പ്രത്യേകത, ഞാൻ പുറത്തുനിന്നുള്ള ഒരാളല്ല, മീൻസ് നിങ്ങളുടെ പാർട്ടാണെങ്കിലും ഈ സാധനം ഇവരുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക്. PDF-ഉം ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങളത് ഉപയോഗപ്പെടുത്താതെ പോകുന്നത് മാത്രമാണ് ആ കാര്യം. അപ്പൊ എങ്കിലും ഈ ഒരു 70% കുട്ടികൾ ജയിച്ചത് എങ്ങനെയാണ് റീന? ഒന്ന് റീന ചിന്തിച്ചിട്ട് പറയാം. പഠിച്ചിട്ട്. അപ്പൊ റീനയ്ക്ക് ആ നിലവാരത്തിൽ എത്താൻ കഴിയില്ലേ? റീന ആദ്യം തന്നെ ഒന്ന് പറയൂ, എനിക്ക് കഴിയുമോ? കഴിയും. വെരി ഗുഡ്. കണ്ട, പിന്നെ ഇനിയിപ്പോ വിഷമത്തിന്റെ കാര്യമുണ്ടോ? റീന ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഈ വർഷത്തെ. ഓക്കെ. അപ്പൊ മനസ്സിലായോ കാര്യങ്ങള്? ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഞാൻ പഠിപ്പിക്കും. അതാ ഞാൻ അതുപോലെ നോക്കൂ കുട്ടികളെ. ജിജ്ഞാസു, അറിയുവാൻ ആഗ്രഹിക്കുന്നയാൾ. തിതീർഷു, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. തിതീർഷു, കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. തിതീർഷു, ഇത്തരത്തിലുള്ള വേർഡുകളെല്ലാം കൂടെ പഠിച്ചു വെച്ചോളൂ. ക്രാന്തദർശി എന്ന് അധികം ചോദിക്കാൻ പോണില്ല. അല്ലെങ്കിൽ കടന്നു കാണാൻ കഴിവുള്ള, നിങ്ങൾക്കറിയാം, ഗാർഹികം, ഗൃഹത്തെ സംബന്ധിച്ചത് അല്ലെ? ഗർണനീയം അതൊക്കെ ഉപേക്ഷിക്കാത്തത്, അതൊക്കെ ചിലപ്പം ചോദിക്കും. ഗർണനീയം, ഉപേക്ഷിക്കാത്തത്, ഗർണനീയം. ജിജ്ഞാസു, അറിയുവാൻ ആഗ്രഹിക്കുന്നവർ. തിതീർഷു ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തിതീർഷു ഏതാ? കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. തിതീർഷു അത് ചോദിക്കും. ഐഹികമാണ്, ഐതിഹ്യമല്ല. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. കാർഷികം, കൃഷിയെ സംബന്ധിച്ച്. ക്രാന്തദർശി, അതറിയാം, കടന്നു കാണാൻ കഴിവുള്ളവൾ.
ഉൽപ്പതീഷ്ണു ചോദിച്ചു, മാറ്റം ആഗ്രഹിക്കുന്ന ആൾ. ഉൽപ്പതീഷ്ണു മാറ്റം ആഗ്രഹിക്കുന്ന ആൾ ചോദിച്ചു. ഉൽപ്പതേർഷു അതാ ഉയർച്ച ആഗ്രഹിക്കുന്ന. ഉൽപ്പതേർഷുമുണ്ട്, ഉൽപ്പതീഷ്ണു. തെറ്റിപ്പോതെ പഠിച്ചേ. ഉത്കതേർഷുമുണ്ട്, ഉത്പതേഷ്ണുമുണ്ട്. ഉത്പതീഷ്ണുമുണ്ട്, ഉത്കതേർഷുമുണ്ട്. രണ്ടാണ്. ആർഷം എല്ലാവർക്കും അറിയാലോ, ഋഷിയെ സംബന്ധിച്ചത്. അതെപ്പോഴും ചോദിച്ചു. ആർഷം ഋഷിയെ സംബന്ധിച്ചത്. ആർഷം ആരാണ് കുട്ടികളെ? ഋഷിയെ സംബന്ധിച്ചത്. ക്ലാസ്സിൽ കൂടെ ഇരുന്ന് പഠിക്കും. പിന്നെ സാധാരണയായിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ പഠിച്ചെടുക്കുന്നതിന് പകരം ചില കോഡുകളൊക്കെ ഇട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാ. ചിലതുണ്ടല്ലോ നമുക്ക് മിക്കവാറും ഞാൻ ഇതിൽ വരാൻ ചാൻസ് ഉള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഈ തിതീർഷു മിക്കവാറും വരും, കാര്യം അത് വന്നിട്ടുള്ളതാണ്. ജിജ്ഞാസ മിക്കവാറും അതെല്ലാവർക്കും അറിയാം, എങ്കിലും തിതീർഷു നിങ്ങൾ നോക്കിക്കോളും വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ ഉത്കതേർഷു അല്ലെങ്കിൽ ഉത്പതീഷ്ണു ഇപ്പൊ തന്നെ വന്നല്ലോ. ഉത്പതീഷ്ണു വന്നില്ലേ? ഐഹികം ചോദിക്കാം. ഐതിഹ്യം എന്നായിരിക്കും മിക്കവാറും പേര് കേട്ട് വെച്ചിരിക്കുന്നത്. ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ചത്. ഐഹികം അത് നോക്കി വെച്ചേ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോ പരീക്ഷയ്ക്ക് വന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിരുതാ. മുമുക്ഷു വന്നിട്ടുണ്ടായിരുന്നല്ലോ കുട്ടികളെ, വന്നായിരുന്നോ? മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാൾ. നമ്മള് ഇപ്പൊ പരീക്ഷയ്ക്ക് വന്നതാണ് മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്നയാളാണ് മുമുക്ഷു. ഒന്ന് എഴുതി വെച്ചോണം. ബുഭുക്ഷു ആണ് വന്നത് കണ്ട ഈ കറക്റ്റ് ഇതിന്റെ അകത്തുനിന്ന് 2 എണ്ണം വന്നു എന്നുള്ളതാണ്. അപ്പൊ 2 എണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റൂ. ക്ലിയർ ആണോ? ഹലോ പറയൂ. ഈ ഇങ്ങനെ പറയുന്ന സെന്റൻസുകൾക്ക് എന്താണ് ഹെഡിങ് പറയാ? നമുക്ക് ഒറ്റപ്പദമാക്കാൻ പറയാം. ഒറ്റപ്പദം പറയാം. ഒറ്റപ്പദം നമ്മൾ ഇതിന് ഈ ഒരു സംഗതിക്ക് കൊടുക്കുന്ന, ഈ കോൺസെപ്റ്റിന് കൊടുക്കുന്ന ഒറ്റപ്പദങ്ങളാണ്. മനസ്സിലായോ? ഒറ്റപ്പദങ്ങൾ എന്ന് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, നിങ്ങൾ ഇത്രയും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇനിയെങ്കിലും നന്നായി പഠിക്കും. മുമുക്ഷു അറിയാമായിരുന്നു കുട്ടികളെ? നിങ്ങൾക്ക് ആർക്കാ ക്വസ്റ്റ്യൻ കണ്ടപ്പോ മുമുക്ഷു അറിയാമായിരുന്നു? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മുമുക്ഷു അറിയാമോ? അറിയാമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ കിട്ടിക്കാണുമല്ലോ അല്ലേ? ബൗദ്ധികം. അതുപോലെ തന്നെ ബുഭുക്ഷു അറിയാമായിരുന്നു. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ അറിയാമായിരുന്നോ? ഇല്ല, അറിയില്ലായിരുന്നു. അതറിയില്ല. അപ്പൊ അത് ചോദിച്ചു. അങ്ങനെയുള്ള മനസ്സിലായില്ല എന്താണ്ടാ? ഈ ഭാഗം ക്ലിയർ ആയേ കഴിയത്തുള്ളൂ. കാറ്റഗറി 1ലും 2ലും ഇപ്പം ഒരുപാട് കാര്യങ്ങളായിട്ട് ചോദിച്ചു. പക്ഷെ സാധാരണയായിട്ട് മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഒരു മാച്ച് ദ ഫോളോയിങ് ലെവലിലേക്കാണ് ഈ പ്രാവശ്യം ചോദിച്ചത്. അതിപ്പോ നല്ല കാര്യമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ പിള്ളേർക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു. മുമുക്ഷു ചിലപ്പം ചിലർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്, പഠിക്കാത്ത ആൾക്കാർക്ക്. മനസ്സിലായില്ല? പക്ഷെ ഞാൻ ആ കൊടുത്ത PDF-ന്റെ അകത്ത് വന്നു കണ്ട ഇതേ പടി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം കൊടുത്തത്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ കുറച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആധുനാതനം മുതൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആധുനാതനം ഇപ്പോൾ ഉള്ളത് അതിന്റെ അകത്ത് എനിക്ക് ആബാലവൃത്തം ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് അറിയാലോ കുട്ടികൾ, ആബാലൻ മുതൽ വൃത്തം വരെ അതൊക്കെ നിങ്ങൾക്ക് ചാൻസ്. ആത്മീയം എല്ലാവർക്കും അറിയാം. അവിഭാജ്യം, അഭിമുഖം, അനിയന്ത്രിതം, ആബാലവൃത്തം, ആമൂലാഗ്രം, ആപാദചൂടം, പാദം മുതൽ ശിരസ്സു വരെ ആപാദചൂടം, ആർഷം എല്ലാവർക്കും അറിയാമായിരിക്കും. തിതീർഷു ഒന്ന് എഴുതി വെച്ചു, അത് മിക്കവാറും ചോദിക്കും. തിതീർഷു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. തിതീർഷു ഇനിയും ചോദിക്കും. തിതീർഷു. ഗർണനീയം നല്ല പ്രാധാന്യത്തോട്ട് കൂടി പഠിക്കണം. ഗർണനീയം ഉപേക്ഷിക്കാത്തത്. അറിഞ്ഞുകൂടാത്തതെല്ലാം ഇതിപ്പോ നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. കാര്യം മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. വിപാസു ഏതൊരു കുട്ടി എന്റെ അടുത്ത് ഇപ്പൊ തെറ്റിച്ചു പറഞ്ഞ കുട്ടിയാണ്. ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ഹലോ, വിപാസു കുടിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. വിപാസു. പഠിക്കുവാനാണെങ്കിലോ വിപടിക്ഷു ആണ്. പൈതൃകം, പൈശാചികം. വിപീഷുവിന്റെ അർത്ഥം എന്തുവാ മിസ്സേ? വിപാസുവിന്റെ അർത്ഥമാണോ? അല്ല, വിപീഷു. വിപാസു ആണ്. വിപാസു എന്ന് പറയുമ്പോ കുടിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. വിപശു ആണോ? വിപാശു ആണോ? വിപശു ആണോ?
ഇപ്പൊ പറഞ്ഞല്ലോ. വിപാശു അല്ലേ കടക്കാൻ ഉദ്ദേശിച്ചത്? ആഗ്രഹിക്കുന്ന ആൾ, അതാന്ന് തോന്നുന്നു മിസ്സേ. മറ്റേ ഞാൻ കടക്കാൻ ഒന്നേടാണോ ചോദിച്ചത്? ആഗ്രഹിക്കുന്ന ആൾ. ഓ ഓ ഓ ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വിചാരിച്ചു മീനിങ് എന്താണ് ചോദിച്ചെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. അല്ല, അതിന്റെ അതാരാണ് ഈ വിഭീഷു ആരാണ്? എടാ വിപീഷു ആണോ ചോദിച്ചത്? വിപടിഷു ആണ് പഠിച്ചത്. പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണ് വിപടിഷു. വിപാസു എടാ വിപീസു അല്ല, അയ്യോ വിപാസു ആണ്. വിപീസു എന്ന് പറഞ്ഞ വേർഡ് ഞാൻ പറഞ്ഞില്ല, വിപാസു എന്നാണ് ഞാൻ പറഞ്ഞത്. വിപാസു ആണ് കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ, കുടിക്കുവാനാണ്. വിപിസു അല്ല. വിപടിഷു പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന. ഞാൻ അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഡൗട്ട് അടിക്കുന്ന കാര്യം. ഒരു മിനിറ്റ്, ദാ പറഞ്ഞേ, ഇവിടെ നോക്കിക്കോളൂ. ദാ ഇപ്പൊ പറഞ്ഞുതരാം, ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഡൗട്ട് അടിച്ച കാര്യമാണേ. ഇവിടെ നോക്കിയോളൂ. വിപടിഷും വിപാസു കണ്ടോ? ആ കുട്ടി ചോദിച്ചത് ഇതാണോ? വിപടിഷു ആണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ, വിപിസു അല്ല, വിപാസു ആണ് കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇത് രണ്ടും ഒന്ന് എഴുതി വെച്ചോണമേ, വിപാസുവും വിപടിഷു. മനസ്സിലായോ? ഇനി കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അതൊന്നും അല്ല, അത് ആ കുട്ടി വിപിസു എന്നാണ് പറഞ്ഞ. അല്ല, കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു ആണ്. അതായത് ഇതാണ്, അത് എന്റെ അടുത്ത് ചോദിച്ച തെറ്റാണ്. അവിടെ തിതീർഷു, കടക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാണോ ചോദിച്ചത്? ഹലോ കുട്ടി, തിതീർഷു കടക്കാൻ. ഇത് ചോദിച്ചിട്ട് ഇയാള് വിപിസു എന്നാണ് പറഞ്ഞത് എന്റെ അടുത്ത്. ഞാനും ഇങ്ങനെയാ കേട്ടത്, തിതീർഷു. അതാ ഞാൻ പറഞ്ഞ കടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അല്ല, കുടിക്കാൻ ആഗ്രഹിക്കുന്നതാണ് അവിടെ. ഇത് കട, അത് കുടി. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളും കടക്കാൻ ആഗ്രഹിക്കുന്ന ആളും, ഇതൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ഇതൊക്കെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ കടക്കാൻ ആഗ്രഹിക്കുന്ന ആള് തിതീർഷു ആണേ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേരെന്താ കുട്ടികളെ? അപ്പൊ കുടിക്കാൻ വിപാസു. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളോ? വിപടിഷു. അത് മൂന്നും ഒന്ന് എഴുതി വെച്ചിരിക്കും. മൂന്നും ഒരുപോലത്തെ പ്രാധാന്യമാണ്. കടക്കാൻ തിതീർഷു, വിപടിഷു പഠിക്കുവാൻ, വിപാസു കുടിക്കുവാൻ. കടക്കാനും കുടിക്കുവാനും രണ്ടാണേ. പൈശാചികൊന്നും തെറ്റാൻ ചാൻസ് ഇല്ല. പൗരാണികം, നാഗരികൻ, ദീർഘദർശി അതൊന്നും കാണാൻ ആഗ്രഹിക്കുന്നവർ ദിദൃക്ഷു, അതൊന്നും കുഴപ്പമില്ല. വിപടിഷു, വിപാസു, പൈതൃകം, പൈശാചികം, പ്രത്യുത്പന്ന മധ്യത്വം അതൊന്നും കുഴപ്പമില്ല. പ്രത്യുദ്ഗമനീയവും പ്രത്യുത്പന്ന മതിത്വവും രണ്ടും ഒന്ന് നോക്കൂ. പ്രത്യുദ്ഗമനീയം എന്താണ്? എഴുന്നേറ്റ് ബഹുമാനിക്കുക അർഹമായത്. എഴുന്നേറ്റ് ബഹുമാനിക്കുവാനാണ് കേട്ടോ, ബഹുമാനിക്കുവാനാണ്. അത് ഇവിടെ വന്നിട്ടില്ല, ഞാൻ ആ വേർഡും കൂടെ എഴുതിത്തരാം. എഴുന്നേറ്റ് ബഹുമാനിക്കുവാൻ അർഹമായത് എന്താണോ അതിനെ വിളിക്കുന്ന പേരാണ് പ്രത്യുദ്ഗമനീയം. എഴുന്നേറ്റ് ബഹുമാനിക്കുവാൻ അർഹമായത് എന്താണോ അതാണ് പ്രത്യുദ്ഗമനീയം. ചിലപ്പോ വേർഡുകൾ തിരിച്ചിട്ടും മറിച്ചിട്ടും ചോദിക്കും. എഴുന്നേറ്റ് ബഹുമാനിക്കുവാൻ അർഹമായത് എന്താണോ പ്രത്യുദ്ഗമനീയം. ഭൗതികം അറിയാലോ, ഭൗതിക ലോകം. ബുദ്ധി ഭൗതികം. അടുത്ത പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ബുഫുക്ഷു. ദാ ഇതൊന്നും എഴുതി വെച്ചോണം. ഇപ്പൊ ഇനി വരണോന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും മേ ബി ചോദിക്കാം. ബുഫുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ബുഫുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. പ്രത്യുദ്ഗമനീയം, പ്രത്യുത്പന്ന മതിത്വം. എന്താണ് കുട്ടികളെ പ്രത്യുത്പന്ന മതിത്വം? എഴുതി വെച്ചോ. സന്ദർഭാനുസരണം പ്രവർത്തിക്കാനുള്ള ബുദ്ധി, അതും ചോദിക്കും. ഇത് രണ്ടും ഏകദേശം ഒരുപോലെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് വരാൻ ചാൻസ് ഉള്ളതാണ്. പ്രത്യുത്പന്ന മതിത്വം, പ്രത്യുദ്ഗമനീയം എഴുന്നേറ്റ് ബഹുമാനിക്കുവാൻ അർഹമായത്. അതേസമയം പ്രത്യുത്പന്ന മതിത്വം മീൻസ് സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി. ബുഫുക്ഷു, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ചോദിക്കും ബിഫുക്ഷു. ഇതെല്ലാം പഠിച്ചോ, ഞാൻ ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. ഭൗതികം, മാനസികം, മാർഗദർശി, മുമുക്ഷു ഒന്ന് പഠിച്ചെടുത്തോണേ. മുമുക്ഷു ഇപ്പം ചോദിച്ചു, ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. രാഷ്ട്രീയം, വക്താവ്, വാഗ്മി എന്ന് വെച്ചാൽ മിതത്വം.
സംസാരത്തിന്റെ മിതത്വമായ വാചാലൻ, അർത്ഥശൂന്യമായ അധികം സംസാരിക്കുന്നവൻ. വിവക്ഷിതം എന്താണ് കുട്ടികളെ ചോദിക്കും? വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത് ചോദിക്കും. ഇത് പഠിച്ചു വെച്ചോണമേ. വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചതാണ് വിവക്ഷിതം. പറയുവാൻ ആഗ്രഹിച്ചത് എന്താണ്? വിവക്ഷിതം. ശാരീരികം അറിയാം, ശാസ്ത്രീയം അറിയാം, ശ്രോതാവ് അറിയാം. വിവക്ഷിതം ഒന്ന് പഠിച്ചു. വാചാലൻ, വാഗ്മി, വക്താവ്, രാഷ്ട്രീയം, അതൊക്കെ കുഴപ്പമില്ല. യാഥാസ്ഥിതികത്വം, മാർഗദർശി, മാനസികം, ഭൗതികം, ഭൗമം, ഭൗതികം, ബുഭുക്ഷു മാത്രമാണ്. കണ്ടോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ബുഭുക്ഷു ചോദിച്ചു, മുമുക്ഷു ചോദിച്ചു. അപ്പൊ ഇനി ചോദിക്കുന്നത് വിവക്ഷിതമായിരിക്കും. വിവക്ഷിതം പഠിക്കൂ. പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം. പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം. ഹലോ കുട്ടികളെ, നിങ്ങൾ ഇത്രയും പഠിച്ചെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, പറയൂ. ഹലോ റീന, ചോദിക്കട്ടെ? പറയൂ. നിങ്ങൾ ഞാൻ ചോദിച്ച പറയുമോ ഉത്തരം? ശ്രമിക്കാം. ഓക്കെ. ഞാൻ ആദ്യത്തെ ക്ലാസ് അല്ലേ മിസ്, അതുകൊണ്ടാ. അത് കുഴപ്പമില്ല. ഇനി എന്നാലും റീന ചോദിച്ച് പഠിച്ചില്ലേ? റീന ചോദിച്ചിത്രയാണ്, ടീച്ചറെ ഇതെല്ലാം പഠിച്ചെങ്കിൽ പിന്നെ ഞാൻ ആദ്യമായി പോയി, ഞാൻ ഇനി എന്ത് ചെയ്യും? അതിന് ഉത്തരം ഇനി ഒന്നുമില്ല. റീന ജയിക്കും. ഇനി നമ്മൾ ആദ്യത്തെ ക്ലാസ്സേ ആയിട്ടുള്ളൂ കേട്ടോ റീന. ഓക്കെ. ക്ലാസ് കണ്ടിയാൽ ഓടും. അതാണ് ഇനി വരാൻ പോകുന്ന കാര്യം. ഇനി നോക്കിയോളൂ. അപ്പൊ റീനയോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം, റീനയ്ക്ക് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. എവിടെ നോക്കാറില്ല, എവിടെ ബുക്കൊന്നും നോക്കാത്ത പറയും. കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. അപ്പൊ 5 പ്രാവശ്യം ഇമ്പോസിഷൻ. കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇതാണ് റീനടുത്ത് ഡൗട്ട് ചോദിച്ചത്. അത് എന്നെ ഞാൻ ചോദിച്ചു. കുടിക്കാൻ ആഗ്രഹിക്കുന്നതല്ല റീന, കടക്കാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള് കുടിക്കാൻ ആഗ്രഹിക്കുന്നതാണ് വിപാസു. ഞാൻ ചോദിച്ചത് കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. തിതീർഷു. റീന പറഞ്ഞോ? റീന പറഞ്ഞു. റീനെ ഞാൻ കേട്ടില്ല, ഞാൻ വിപാസു ആണ് കേട്ടത്. ഞാൻ വിഭീർഷു എന്നാ പറഞ്ഞത്. തിതീർഷു മിടുക്കി. തിതീർഷു. വിപടിഷു ആരാണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആള്. വിപാസു ആരാണ്? കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള്. മുമുക്ഷു ആരാണ്? ആരാ? മുമുക്ഷു. പെട്ടെന്ന് പറയണം. മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. വിവക്ഷിതം എന്താ? വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത്. വെരി ഗുഡ്. പറയുവാൻ ആഗ്രഹിച്ചത് വിവക്ഷിതം. പ്രത്യുദ്ഗമനീയം എന്താ? പ്രത്യുദ്ഗമനീയം അത് സന്ദർഭത്തിനനുസരിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന ആളോ? അങ്ങനെ എന്തോ. അതല്ല, അത് പ്രത്യുത്മന്യത്വമാണ്. ഞാൻ ചോദിച്ചത് പ്രത്യുദ്ഗമനീയമാണ്. പറഞ്ഞില്ല. എഴുന്നേറ്റ് ബഹുമാനിക്കാൻ അർഹമായത്. എഴുന്നേറ്റ് ബഹുമാനിക്കാൻ അർത്ഥമായത്. വെരി ഗുഡ്. എന്താണ് ബുഭുക്ഷു? ബുഭുക്ഷു പറയൂ കുട്ടികളെ. ബുഭുക്ഷു ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. നിങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് മുമുക്ഷു, ബുഭുക്ഷു, പിന്നെ എന്താ പറയുന്നത്, വിവക്ഷിതം, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് പഠിക്കുകയാണെങ്കിൽ പരമാവധി പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം ഇങ്ങനെ ചോദിച്ച് പഠിക്കണം. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. കണ്ടോ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. അപ്പൊ ഇനിയും നിങ്ങളത് മനസ്സിലാക്കി പഠിക്കാൻ. എന്താണ് കുട്ടികളെ ഗർണനീയം? എന്താണ് ഗർണനീയം? ഗാർഹികം അല്ല, ഗർണനീയം. ഉപേക്ഷിക്കാത്ത. മിടുക്കി. ഉപേക്ഷിക്കാത്തത് ഗർണനീയം. ഐഹികം എന്താ? ഐഹികം ഐതിഹ്യം അല്ല, ഐഹികം. ഇഹലോകത്തെ സംബന്ധിച്ച്. വെരി ഗുഡ്. ഇഹലോകത്തെ സംബന്ധിച്ച്. ഉത്പതീക്ഷ്ണു എന്താണ് റീന? ഉത്കതേർഷു എന്താണ്? 2 എണ്ണം പറഞ്ഞു തരണം. ഉത്കതേർഷു എന്താണ്? ഉത്പതീക്ഷ്ണു എന്താണ്? ഉത്കതേർഷു എന്താണ്? ഉത്പതീക്ഷ്ണു ഏതാണ്? എന്താ ഉത്പതീക്ഷ്ണു?
ഉത്പതീഷ്ണു 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 ആരാ? അറിയില്ല. അറിയില്ല. അപ്പോ മാറ്റം ആഗ്രഹിക്കുന്നയാളാണ് ഉത്പതീഷ്ണു. ആരാണ്? മാറ്റം ആഗ്രഹിക്കുന്നതാണ്. ഞാൻ ആ PPT കാണിക്കാത്ത നിങ്ങൾ കണ്ട് പറയുന്നതാണ്. മാറ്റം ആഗ്രഹിക്കുന്ന ആള്. എഴുതി വെച്ചോ, തെറ്റിയത് പിന്നും എഴുതി കുട്ടികളെ, പിന്നും എഴുതി പഠിക്കൂ. ഉത്പതീഷ്ണു മാറ്റം ആഗ്രഹിക്കുന്നയാള്. കൂടെ പറഞ്ഞേ ആള് ഉത്പതീഷ്ണു. ഉത്കതേർച്ചു ഉയർച്ച ആഗ്രഹിക്കുന്നയാളാണ് ഉത്കതേർച്ചു. ഉത്പതീഷ്ണു മാറ്റം ആഗ്രഹിക്കുന്നയാള്. അത് അങ്ങനെ തന്നെ പഠിക്കണം. ഓക്കെ. ഐഹികം ഇഹലോകത്തെ സംബന്ധിച്ചത്. ഗർണനീയം എന്താണ് റീന? ഗർണനീയം ഉപേക്ഷിക്കാത്തതാണ്. വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത്. ഓക്കെ. അപ്പൊ ഏകദേശം വിപാസു വിപടിഷു കിട്ടിയല്ലോ. കണ്ട് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. കണ്ട് ഇപ്പം തന്നെ നമുക്ക് ഏകദേശം കുറച്ച് കാര്യം പഠിക്കാൻ. പിന്നെ തിതീർഷു എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഉത്പതീഷ്ണു ഒക്കെ എപ്പോഴും ഐഹികം ഒന്ന് പഠിച്ചെടുത്തോണം. പുതിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കേട്ടാൽ അത് നിങ്ങൾ വെച്ച് പിടിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ടീച്ചർ ഇതാണ് അറിഞ്ഞുകൂടാത്തത്. ബുഭുക്ഷു പ്രത്യുത്ഗമനീയം എന്ന് വെച്ചാൽ എഴുന്നേറ്റ് ബഹുമാനിക്കുവാൻ. പ്രത്യുത്പന്നമതിത്വമാണ് നിങ്ങൾ പറഞ്ഞത്. പ്രത്യുത്പന്നമതിത്വം സന്ദർഭാനുസരണം പ്രവർത്തിക്കുവാനുള്ള ബുദ്ധി. സന്ദർഭാനുസരണം. ഇവിടെ പായൊക്കെ വരുന്നതൊക്കെ ഒരുമിച്ച് പഠിച്ചു കൊടുത്തോണം കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചില പിള്ളേർ വിപടിഷു വിപാസു ഒരുമിച്ച് വരുന്ന ഒരുമിച്ച് പഠിക്കുക. ഇതുപോലെ തന്നെ പ്രത്യുത്പന്നമതിത്വം. എന്തായാലും ചോദിച്ചോ? അപ്പൊ അത് പഠിക്കുക. വിവക്ഷിതം പറയുവാൻ ആഗ്രഹിച്ചത്. ബാക്കിയൊക്കെ ഏകദേശം എളുപ്പപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഓടി പോയത്. ഐഹികം നമ്മൾ പറഞ്ഞു. ഗർണനീയം ഉപേക്ഷിക്കാത്തത്. ജിജ്ഞാസു തിതീർഷു കടക്കാൻ ആഗ്രഹിക്കുന്നാൽ. ദിദൃക്ഷു ആണ് കേട്ടോ. ദിദൃക്ഷു കാണാൻ. അതൊന്ന് എഴുതി വെച്ചോണേ. ദിദൃക്ഷു ക്ഷു കാണുമ്പോ ദ്ര കാണുമ്പോ തന്നെ പിടിച്ചോളാം. കാണാൻ അല്ലേ? അക്ഷി ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ദീർഘദർശി അറിയാം, മുൻകൂട്ടി കാണാൻ കഴിവുള്ളയാൾ. ദിദൃക്ഷു കാണാൻ ദിദീർഷു കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസു അറിയുവാൻ പറഞ്ഞു പഠിച്ചു കുട്ടികളെ. ഗർണനീയം ഉപേക്ഷിക്കാത്തത്. ജിജ്ഞാസു അറിയുവാൻ ആഗ്രഹിക്കുന്നയാൾ. തിതീർഷു കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന. ഞാന് ഒരു പ്രാധാന്യത്തോടു കൂടി വരുന്നതാണ് ഇത് ഇങ്ങനെ കൊടുത്തു വച്ചിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്, എങ്കിലും ഒന്ന് നോക്കി വെച്ച് പോകും. ഓക്കെ. ഇങ്ങനെ വേണം പഠിച്ചെടുക്കാൻ. ബാക്കി ആപാലവൃത്തവും ആപാത ചൂടം ആത്മീയ ആർഷവും ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. എനിക്ക് എന്താണോ അറിഞ്ഞുകൂടാത്ത ടീച്ചർ ഇത്രയും തന്നത് അത് പഠിക്കാൻ. പിന്നെ അതല്ല, ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുന്നു എങ്കിൽ അതെല്ലാം ഞാൻ അടുത്തടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊണ്ടുവരും. അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അത് കൊണ്ടുവന്നേ തരത്തുള്ളൂ. കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ കൊണ്ടുവരില്ല എന്നൊരു പേടിച്ചിൽ നിങ്ങൾ പഠിക്കണ്ട. അയ്യോ വേറെ ഒക്കെ ഉണ്ടോ ടീച്ചറെ എന്നുള്ള ലെവലില് നിങ്ങൾ പഠിക്കാതിരിക്കണ്ട. ഓക്കെ. ഇനി നമുക്ക് എല്ലാ ദിവസവും രാത്രി ഗൂഗിൾ മീറ്റ് ഉണ്ടാവോ? എല്ലാ ദിവസവും ഇനിയിപ്പോ ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്നല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഇന്നിപ്പോ നമ്മുടെ മലയാളം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്തായിരുന്നു? ഇന്നലെ വന്നതേ ഉള്ളൂ. അപ്പോ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ആരും പേടിക്കണ്ട. നമുക്ക് നാളെ മുതൽ അടുത്തടുത്ത് ഓരോ ടോപ്പിക്കുകളും നിങ്ങളിലേക്ക് എത്തിക്കും ക്ലാസ്സിൽ കേട്ടോ. എന്ന് വെച്ചാൽ നാളെ ഇനിയിപ്പം ഇംഗ്ലീഷിന്റെ ക്ലാസ്, മറ്റന്നാള് എന്താ പറയുന്നത് സൈക്കോളജിയുടെ ക്ലാസ്, അങ്ങനെ എല്ലാ ക്ലാസ്സും കാണും. ഇപ്പൊ നിങ്ങൾ ഒരു വാശിയോടുകൂടി പഠിക്കേണ്ട കൊച്ചുങ്ങളാണ് ആക്ച്വലി ഇന്നത്തെ ക്ലാസ് ഇരിക്കുന്നവർ. കാര്യം എന്താ? നമ്മുടെ ഫ്രണ്ടിലുള്ളവരെല്ലാം കേറിപ്പോയി, നമ്മൾ മാത്രം ഇവിടെ ഇരിക്കുന്ന വലിയ നാണക്കേട പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കണം കേട്ടോ കുട്ടികളെ. ശ്രദ്ധിച്ചു പഠിക്കുക എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ക്ലാസ് ഇരിക്കുന്നവർക്ക് ആ കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. കാര്യം എനിക്ക് അറിയാം, പക്ഷെ എന്തൊക്കെയോ പ്രശ്നം. ഇപ്പം തന്നെ ഞാൻ ചോദിച്ചപ്പോ പിന്നെ തെറ്റ് കണ്ട. വിപാസു ആണോ വിപടിഷു ആണോ തിതിർഷു ആണോ എന്നൊക്കെ തെറ്റ് വരുന്നുണ്ടോ? ആ കൺഫ്യൂഷൻ വരാൻ പാടില്ല.
ആ വിജിഗിഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കവിതയിൽ ഉള്ളതാണ്? ഇങ്ങനെയൊക്കെയുള്ള കുറെ ചോദിക്കും കേട്ടോ കുട്ടികൾ. അപ്പൊ ഞാന് ആക്ച്വലി കഴിഞ്ഞ പ്രാവശ്യമാണോ എന്ന് എനിക്ക് അറിയത്തില്ല, കഴിഞ്ഞ തവണയൊക്കെ ഞാൻ ഇതുപോലെ ഒരുപാട് വരികൾ പോയിന്റ് സുഗതകുമാരി ടീച്ചറിന്റെയും വൈലോപ്പള്ളിയുടെയും ജി ശങ്കരക്കുറുപ്പിന്റെ ഒക്കെ ഒത്തിരി കവിതാ ശകലങ്ങൾ എടുത്തുകൊണ്ട് വന്ന് പഠിപ്പിച്ചു. കാര്യം അത് ഇവിടെ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റബിൾ അല്ല പിള്ളേരെ, എന്ത് വേണോ ചോദിക്കാം. പിന്നെ ചിലത് നിങ്ങളുടെ മനസ്സ് വെച്ചിട്ട് എഴുതാനേ കഴിയത്തുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ കുറെയൊക്കെ കൊണ്ട് തരണം ക്ലാസ്സിൽ, ബാക്കി കാര്യം ഇവരെ എന്ത് വേണോ ചോദിക്കാം. കാര്യം കവിതാ ശകലങ്ങളാണ്. ആ വിജിഗിഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കവിതയിലുള്ളതാണ്? കണ്ണീർപ്പാടം, മകരക്കൊയ്ത്ത്, കഞ്ഞിക്കൊയ്ത്ത്, ആരുടേതാണ് കുട്ടികളെ പറയാമോ? നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് ഗസ് അടിച്ച് നോക്കൂ. കണ്ട അറിഞ്ഞൂടാ. കാര്യം എന്ന് വെച്ചാൽ ഹലോ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണം. നിങ്ങളുടേതായിട്ട് കാര്യം എന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഈ 95ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്ക് രക്ഷയില്ല. അതെന്ത് ചെയ്യാ, അത് നമ്മൾ ആൻസർ പെട്ടെന്ന് എഴുതേണ്ട, അവസാനം സമയം കിട്ടുമെന്ന് ചില പിള്ളേർ അത് എഴുതാതെ പോയി കളയും. അറിയാന്നുള്ള കാര്യങ്ങൾ ആദ്യം വളരെ പെട്ടെന്ന് എഴുതി തീർത്തി ഇത് ഒരു ലോജിക്കൽ ബുദ്ധി ഉപയോഗിച്ച് ആ വിജിക്ഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപടം എന്ന് വെച്ചാൽ മൃത്യുവിനെ പോലും പരിഹസിച്ച് കാണുന്ന ഒരു കവിയാണ് ഈ പറയുന്നത് അല്ലെ. മൃത്യുവിനെക്കാട്ടിലും വിജയം കൈവരിക്കാൻ എന്റെ ജീവിതത്തിൽ കഴിയും, മൃത്യുവിനെ പോലും തോൽപ്പിക്കാൻ എനിക്ക് കഴിയും. അതാ പറയുന്നത് ആ വിജിഗിഷു മൃത്യുവിനാമോ ജീവിതത്തിൽ കൊടിപടം താഴ്ത്താൻ. മൃത്യുവിനെ കൊണ്ട് എന്റെ ജീവിതത്തിന്റെ കൊടിപടം താഴ്ത്താൻ ഞാൻ ആളല്ല എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അത് ആരായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ആരായിരിക്കും കുട്ടികളെ? പറയാമോ കുട്ടികളെ ആരായിരിക്കുമെന്ന്? ഉത്തരം ആരാണെന്നറിയാമോ? വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കവിതയാണ് ഏതെന്നറിയപ്പെടുന്നത് ഈ തന്നിരിക്കുന്നതിൽ കഞ്ഞിക്കൊയ്ത്ത് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മനസ്സിലായോ? വൈലോപ്പള്ളി ശ്രീധര മേനോന്റേതാണ് ഈ വരികൾ. പക്ഷെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പരമാവധി കൊണ്ട് തരാനേ പറ്റത്തുള്ളൂ. പലതും ചോദിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള പല എന്താ പറയുന്ന കവിതാ ഭാഗങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് പറയാൻ പറ്റും. എങ്കിലും നിങ്ങൾ കുറച്ചൊക്കെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചെടുക്കണം. ഇനിയിപ്പോ ഈ വൈലോപ്പള്ളിയും ജി ശങ്കരക്കുറുപ്പിന്റെ ഒക്കെ വരികൾ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും കുറച്ച് എളുപ്പമുള്ളതാണ് ചോദിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് വല്ലാത്ത ലെവലായിപ്പോയി. എന്നാലും ചില പിള്ളേർക്ക് വളരെ പെട്ടെന്ന് അറിയാം. ഇനി നോക്കൂ കുട്ടികളെ, ആർഭാടപൂർണമായ രംഗപ്രവേശനം. ഇത് എല്ലാവർക്കും പറയാതെ തന്നെ എല്ലാവരും സിമ്പിൾ ആയിട്ട് പറയും. ആർഭാടപൂർണമായ രംഗപ്രവേശനം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ആർഭാടപൂർണമായ രംഗപ്രവേശനം എന്ന അർത്ഥത്തിൽ എന്ന് വെച്ചാൽ തിരനോട്ടം, തിരുപ്പുറപ്പാട്, തിര നീക്കിയാട്ടം, ചൊല്ലിയാടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു രംഗപ്രവേശനത്തിനാണോ കുട്ടികളെ പറയുന്നത്? ഇതിലെ തിരനോട്ടം രംഗപ്രവേശനമാണോ? തിരനോട്ടം നമ്മളത് പറഞ്ഞ് തിരനോട്ടം രംഗപ്രവേശനം പുതിയതായിട്ടൊരു രംഗപ്രവേശനത്തിന്, അതിപ്പോ സിനിമാ ഭാഗമാകാം, കവിതാ ഭാഗമാകാം. ആ രംഗപ്രവേശനത്തിന്റെ തിരനോട്ടം ഒന്ന് വിളിക്കൂ. ഉത്തരം നിങ്ങൾ എന്താ, നിങ്ങളുടെ അഭിപ്രായം? വിളിക്കാറില്ല, വിളിക്കില്ല, അങ്ങനെ വിളിക്കില്ല. പിന്നെ തിരനീക്കിയാട്ടത്തിന് ഒരു ആർഭാടപൂർണമായ രംഗപ്രവേശനത്തിന് തിരനീക്കിയാട്ടത്തിന് പറയാവോ? ഇല്ല, അത് പറയാൻ ചാൻസ് ഇല്ല. ചൊല്ലിയാടുക എന്ന് പറയുമ്പോ അവിടെയും അല്ല. അപ്പൊ ഉത്തരം ഏതാ? തിരുപ്പുറപ്പാടിന് മാത്രമേ നമ്മൾ, അതായത് വളരെ ആർഭാടപൂർണമായി കൊട്ടുവാദ്യങ്ങളോട് കൂടിയിട്ടുള്ള വളരെ ആർഭാടപൂർണമായിട്ടുള്ള എന്തോ ഒരു രംഗപ്രവേശനത്തിന് തിരുപ്പുറപ്പാട് എന്നാണ് വിളിക്കുന്നത്. അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ എല്ലാവർക്കും പറ്റും അത് എഴുതാൻ. ഈ തന്നിരിക്കുന്നതിൽ 6 എണ്ണവും മീൻസ് വിജിഗിഷു മൃത്യുവിനാമോ അത് മേ ബി ചിലപ്പം തെറ്റാൻ ചാൻസ് ഉണ്ട്. അത് അറിയാവുന്നവർക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. ബാക്കി ഏകദേശം ക്വസ്റ്റ്യൻസ് ഈ തന്നിരിക്കുന്ന എല്ലാം ഈസി ക്വസ്റ്റ്യൻസുകളായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മൾ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ഗ്രാമറിന്റെ ഒറ്റപ്പദമാക്കോ പഠിച്ചു. അതുപോലെ തന്നെ വ്യാക്ഷേപ ശബ്ദം എന്താണെന്ന് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു പാർട്ടിലേക്കും കൂടെ കടക്കാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊന്ന് ഉത്തരം പറയണേ. സഹവർത്തിത്വ, ഇത് എഗെയിൻ ഒരു പെഡഗോജി പാർട്ടാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സഹവർത്തിത്വ കൊളാബറേറ്റീവ് ലേണിംഗ് അതാണ് ഉദ്ദേശിക്കുന്നത്. സഹവർത്തിത്വ പഠന രീതിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയായതേത്? കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായതാണ്. വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു. ആവർത്തനത്തിനും ഓർമ്മിച്ചു പറയലിനും ഊന്നൽ നൽകുന്നു. പഠന ലക്ഷ്യവും പഠന ചുമതലകളും അധ്യാപക സ്വയം തീരുമാനിക്കുന്നു. പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. ഏതാണ് കുട്ടികളെ? സംവാദത്തിൽ
പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം സംവാദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേ കുട്ടികളെ അതൊരു കോപ്പറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ലേ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് വൈഗോട്സ്കി ഒക്കെ ഇതിന്റെ ഒരു വലിയ വക്താവായിരുന്നു. അപ്പൊ അത് നിങ്ങൾ അതേ പറയത്തുള്ളൂ. വ്യവഹാരവാദത്തെ അടിസ്ഥാനപ്പെടുത്തിയതല്ല, ബിഹേവിയറിസം അല്ല. ബിഹേവിയറിസത്തിലാണ് ആവർത്തനത്തിനും ഓർമ്മിച്ച് പഠിക്കുന്നതിനും ആരൊക്കെ പ്രാധാന്യം കൊടുത്തത്? സ്കിന്നറും നമ്മുടെ ആരാണ് കുട്ടികളെ വരുന്നത്? സ്കിന്നർ, തോണ്ടേക്ക്, അവരൊക്കെ പ്രാധാന്യം കൊടുത്ത എന്തിനാണ്? ആവർത്തി സ്റ്റിമുലസിനും റെസ്പോൺസിനും. പഠന ലക്ഷ്യവും പഠന ടീച്ചർ സെന്റേഡ് ആണ്. അതാണ് ബിഹേവിയറിസം അല്ലെങ്കിൽ ചേഷ്ടാവാദം. ആ മൂന്നെണ്ണം ആ ലെവലിൽ വരുന്നതുകൊണ്ട് നമുക്ക് അതിനെടുത്തങ്ങ് തട്ടിക്കളയാം. ബാക്കി വരുന്നത് സംവാദത്തിന് പ്രാധാന്യം കൊടുക്കുമെങ്കിൽ അത് സഹവർത്തിത്താരി. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഉത്തരം തെറ്റാൻ ചാൻസ് ഇല്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി 2 ഗ്രാമർ എടുത്തു വരുന്നുണ്ട്. കണ്ടോ? തൽപുരുഷ സമാസം. അപ്പൊ അവിടെ നമ്മൾ സമാസം എന്ത്, സമസ്തപദം എന്ത്, തൽപുരുഷ സമാസം എന്ത് എന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞ കൊച്ചിനെ ഇവിടെ പറ്റും. ഉത്തരപദമേത്, പൂർവ്വപദമേത്, പൂർവ്വപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, സമസ്തപദമേത്. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ അടുത്ത് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി ഭേദകാനുപ്രയോഗം, അതും ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഭേദകാനുപ്രയോഗം, വാക്പ്രയോഗം, അതുമായിട്ട് അനുപ്രയോഗം, പുരാണാനുപ്രയോഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് 101ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നോക്കൂ, ഒരാശയത്തിൽ ഇത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാശയത്തിലോ അതിൽ കാണുമ്പോൾ ഉത്തരം നിങ്ങൾ പറയരുതേ, ചിലപ്പോൾ അവർ തെറ്റിച്ചായിരിക്കും അവർ എഴുതിയിരിക്കുന്നത്. ഒരാശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പിരീഡുകളായി പഠിപ്പിക്കുന്ന ഉദ്ഗ്രഥനം. ഞാൻ പറയുന്ന വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ആശയമോ പ്രശ്നമോ വ്യത്യസ്ത വിഷയങ്ങളെ സംബന്ധിച്ച്, വ്യത്യസ്ത വിഷയങ്ങളുള്ള ക്ലാസ്സിലായിരിക്കും ഈ ആശയത്തെയും കോൺസെപ്റ്റിനെയും കൊണ്ട് ഒന്ന് വെച്ചാല് ഇപ്പൊ മഴയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിലും പഠിപ്പിക്കും, പിന്നെ എവിടെ പഠിപ്പിക്കും? മലയാളം ക്ലാസ്സിലും പഠിപ്പിക്കും. അതാണ് ഉത്തരം, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു ആശയത്തെയോ പ്രശ്നത്തെയോ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പിരീഡുകളിലായി പഠിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഉദ്ഗ്രഥന രീതിയെ വിളിക്കുന്ന പേരെന്ത്? സംയോജനം എന്ന് വെച്ചാൽ ഇന്റഗ്രേഷൻ. വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനമാണോ, അന്തർവിഷയാത്മകമാണോ, ബഹുവിഷയാത്മകമാണോ? ഇതിന് എന്ത് പേരിലാണ് കുട്ടികളെ പറയപ്പെടുന്നത്? ഒരു ആശയത്തെയോ പ്രശ്നത്തെയോ വിഷയങ്ങളെയോ സംബന്ധിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പിരീഡുകളിലായി പഠിപ്പിക്കുന്ന ഉദ്ഗ്രഥന രീതിയെ വിളിക്കുന്ന പേരെന്താണ്? ആർക്കും അറിയത്തില്ല. സംയോജന, 2 വിഷയങ്ങളെ സംയോജിപ്പിച്ചെന്നാണോ? വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനങ്ങൾ. ഞാൻ പറഞ്ഞ ഉദാഹരണം കേട്ടോ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 2 വിഷയങ്ങളുടെ ക്ലാസ് റൂമിലും നമുക്ക് ഈ ഒരു കോൺസെപ്റ്റിനെ എടുത്ത് ഈ ആശയത്തെയോ പ്രശ്നത്തെയോ അവതരിപ്പിച്ച് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെ വ്യത്യസ്ത വിഷയങ്ങളായി പിരീഡുകളായി പഠിപ്പിക്കാവുന്ന ഒരു ഉദ്ഗ്രഥന രീതിയാണ് വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥന. അല്ല, ആക്ച്വലി അല്ല. ഉത്തരം അന്തർവിഷയാത്മകം തന്നെയാണ് ശരിയായ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, അപ്പൊ ആ കൊച്ചു പറഞ്ഞതിന്റെ ഉത്തരം ഞാൻ പറയാം. വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനം എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഇവിടെ വിഷയങ്ങളുടെ അതിർവരമ്പുകൾ പൂർണ്ണമായും മാച്ചു കളയും. അങ്ങനെയുള്ളതാണ് ഇയാൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ വിഷയം എന്നുള്ളതില്ല. മലയാളമോ സോഷ്യലോ അങ്ങനെ ഒരു ലെവൽ ഇല്ലാത്തതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? മാച്ചു കളയുന്ന പഠിതാവിന്റെ യഥാർത്ഥ ലോകത്തെ അനുഭവങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് പ്രശ്നപരിഹാരം. അതാണ് വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനം. ഇനി നമുക്ക് എന്താണ് നമ്മളെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഉത്തരം എന്താണ്? അന്തർവിഷയാത്മകം. അന്തർവിഷയാത്മകത്തെ വിളിക്കുന്ന പേരെന്താണ് കുട്ടികളെ? ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇവിടെ ഒരു ആശയമോ കണ്ട അതുപോലെ കിടക്കുന്നുണ്ട്. ഒരു ആശയമോ പ്രശ്നമോ കേന്ദ്രീകരിച്ച് വിവിധ വിഷയങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് പഠിതാക്കൾക്ക് ഒരേ സമയം വ്യത്യസ്ത വിഷയങ്ങളുടെ അറിവുകൾ ഉപയോഗിച്ച് ആ ആശയത്തെ പറ്റി പഠിക്കുകയാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ്. അതായത് എന്താണ്? അന്തർവിഷയാത്മകം. തെറ്റിപ്പോലെ ഇതെല്ലാം എഴുതി ഒന്ന് വച്ചോണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ. നിങ്ങൾ എഴുതണം, ടീച്ചർ എന്താണ് വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനം, എന്താണ് അന്തർവിഷയാത്മകം, സംയോജനം പറയുന്നത് 2-ലും 1-ലൊക്കെ മലയാളം അല്ല EVS ഇല്ലല്ലേ, അപ്പം മലയാളവും EVS എല്ലാം കൂടെ ഒന്നിച്ച് പല വിഷയം അവര് പഠിക്കുന്നുണ്ട്. കണക്ക്, അതായിരിക്കും ഉദ്ദേശിക്കുന്നല്ലേ? അല്ലാണ്ട് അന്തർവിഷയം എന്ന് വെച്ചാൽ പല വിഷയങ്ങൾ. ഒരു പ്രശ്നം ഇപ്പൊ എടുക്കുകയാണ് ഇയാള്. നമ്മളൊരു പരിസ്ഥിതി മലിനീകരണം എങ്ങനെ പരിഹരിക്കാവുന്ന ഒരു വിഷയം എടുക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ, ആ വിഷയങ്ങൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഈ അന്തർവിഷയത്തിലൂടെ അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനിലൂടെ. ആ പ്രശ്നത്തെ കേന്ദ്രീകരിച്ച വിഷയം, ആ പ്രശ്നം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ട് ആ വിഷയങ്ങളെ സംയോജിപ്പിക്കും.
മനസ്സിലായി? അതായത് പഠിതാക്കൾക്ക് പഠിതാക്കൾക്ക് ഒരു സമയം വ്യത്യസ്ത വിഷയങ്ങളുടെ അറിവുകൾ പ്രയോഗിച്ചു കൊടുക്കും. ഒരു സമയം തന്നെ വ്യത്യസ്ത വിഷയങ്ങളുടെ അറിവുകൾ ഒരുമിച്ച് പഠിപ്പിച്ചെടുക്കും. എന്നുവെച്ചാൽ മനസ്സിലായോ പറഞ്ഞത്? ആശയങ്ങളെ പറ്റി പഠിപ്പിക്കും. ഇതാണ്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഇന്റർഡിസ്. പക്ഷെ ഇയാൾ എന്റെ അടുത്ത് ഉത്തരം പറഞ്ഞത് എങ്ങനെയാ? ഇയാൾ പറയുന്ന ആള് വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനല്ലേ ടീച്ചർ എന്നല്ലേ ചോദിച്ചത്. അവിടെ എന്താ? ഇവിടെ വിഷയങ്ങളുടെ അതിർവരമ്പുകൾ ഇല്ല. ഇവിടെ ഞാൻ മലയാളം ഒന്നോ ഇംഗ്ലീഷ് ഒന്നോ അങ്ങനെ ഒന്നുമില്ല. ഇല്ലാതെ പൂർണ്ണമായും മായ്ച്ചു കളഞ്ഞിട്ട് ഈ പഠിതാവിന്റെ അനുഭവം ഉണ്ടല്ലോ, അവന് കിട്ടുന്ന റിയൽ വേൾഡ് എക്സ്പീരിയൻസിലൂടെയാണ് പ്രശ്നം പരിഹരിക്കുന്നത്. അതിനെയാണ് ട്രാൻസ് ഡിസിപ്ലിനറി അല്ലെങ്കിൽ വിഷയാധിഷ്ഠിത ഉദ്ഗ്രഥനം എന്ന് പറയുന്നത്. ഇനിയുണ്ട് മൾട്ടി ഡിസിപ്ലിനറി ഉണ്ട്, ബഹുവിഷയാത്മകം ഉണ്ട്. അതായത് വിവിധ വിഷയങ്ങളെ ഒരു പൊതുവായ വിഷയത്തെ കേന്ദ്രീകരിച്ച് പഠിപ്പിക്കുന്നു. വിവിധ വിഷയങ്ങളെല്ലാം കൂടി ഒരു വിഷയത്തിന്റെ പാർട്ടായിട്ട് പഠിപ്പിക്കുന്നതാണ് മൾട്ടി ഡിസിപ്ലിനറി. അതും കൂടെ പറക്കല്ലേ, വിവിധ വിഷയങ്ങൾ. അപ്പൊ എന്റെ ഈ ക്ലാസ്, ഈ മൾട്ടി ഡിസിപ്ലിനറി ക്ലാസിന്റെ അകത്ത് വിഷയം ഒന്നുള്ളതില്ല. പിന്നെ ഇവിടെ എന്താ? വിവിധ വിഷയങ്ങളെ ഒരു പൊതുവായ തീം വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചു. ഒരു സെൻട്രൽ തീം ഓഫ് യുവർ ക്ലാസ് റൂം. എന്നിട്ട് അതിന്റെ അകത്ത് വെച്ച് ഞാൻ പഠിപ്പിക്കുന്നു. മനസ്സിലായോ? ഇതാണ് ബഹുവിഷയാത്മകം. ഒന്ന് എഴുതി വെച്ചോണം. അപ്പൊ അന്തർവിഷയാത്മകം, ബഹുവിഷയ. എഴുതിയെടുത്തോടെ നോട്ട്? ഹലോ, നോട്ട് എഴുതിയെടുത്തോ? എഴുതിയെടുത്ത് പഠിക്കണം. ഇത് മിക്കവാറും പെഡഗോജിയിൽ എല്ലാ ഭാഗത്തും ചോദിക്കും. അതിൽ പിന്നെ സോഷ്യൽ സയൻസിലും EVS-ലും എല്ലാ സ്ഥലത്തും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സാധാരണ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി ഭാഷാ സമഗ്രതാ ദർശനത്തിന് യോജിച്ച പഠന ബോധന സമീപനം ഏത്? ഭാഷാ സമഗ്രതാ ദർശനത്തിന് സമഗ്രത അറിയാലോ കുട്ടികളെ? സമഗ്രത ദർശനത്തിന് യോജിച്ച പഠനബോധന സമീപനം ഏതാണ്? ഉരുവിട്ട് പഠിക്കുന്നതിന് അവസരമൊരുക്കുക, ടീച്ചറുടെ ബോധനത്തിന് പ്രാധാന്യം നൽകുക, സ്വയം പഠനത്തിന് വഴിയൊരുക്കുക, ആശയങ്ങൾ ആവർത്തിച്ച് എഴുതുന്നതിന് അവസരം നൽകുക. യോജിച്ചത് ഏതാ? ആവർത്തിക്കുക എന്ന് പറയുമ്പോൾ അത് ബിഹേവിയറിസത്തിൽ പോകും ഇല്ലേ? ഉരുവിട്ട് പഠിക്കുമ്പോൾ അതും ബിഹേവിയറിസത്തിൽ പോകും. ടീച്ചറുടെ ബോധനം പഠിക്കുമ്പോൾ അവിടെയും വ്യവഹാരവാദത്തിൽ പോകും. അതേസമയം കുട്ടി സ്വയം അറിവിനെ, നോളജിനെ സ്വയം അക്വയർ ചെയ്തെടുക്കുക, കൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അത് എന്തിന്റെ ഭാഗമാണ്? ഉത്തരം ഏതാണ് കുട്ടികളെ? ഓപ്ഷൻ സി അല്ലേ? സ്വയം പഠനത്തിന് വഴിയൊരുക്കുക. എന്ന് വെച്ചാൽ ഗസ്റ്റാൾട്ടിസം അല്ലേ? കോഹ്ലർ, കോഫ്ക, വർത്തിമർ കൊണ്ടുവന്ന ഗസ്റ്റാൾട്ടിസം അഥവാ ഇൻസൈറ്റ്ഫുൾ അന്തർദൃഷ്ടി പഠന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻ അങ്ങനെ ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന കാര്യം വളരെ പ്രാധാന്യം. നിങ്ങൾ ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് പറയണം. ഇത് നമുക്ക് നന്നായിട്ട് പഠിച്ചാലേ പറ്റും. ഇതാണ് ഗ്രാമർ. ഇത് നമ്മൾ ഒരുപാട് വട്ടം പഠിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനിയും നമുക്കിത് പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചുമ്മാ ഒന്ന് കാൽക്കുലേഷൻ ചെയ്തൊന്ന് പറഞ്ഞു നോക്കൂ. അറിയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത പദം ഏത്? തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ, തൽപുരുഷ സമാസം എന്താണെന്ന് അറിയണം ഒന്നാമത്തെ കാര്യം. അതിന് ഉദാഹരണമായ സമസ്ത പദം ഏത്? ഏതായിരിക്കും ഉത്തരം എന്ന് പറയാം? ഓപ്ഷൻ മോക്ഷാർത്ഥി. അപ്പൊ നമ്മളെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക. കാര്യം 8:13 കേട്ടോ കുട്ടികളെ. അപ്പൊ നമ്മളെ സമയം ഇന്നങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏകദേശം ഒരു 1-2 ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഗ്രാമർ പോർഷനിലെ 2 പോർഷൻ. അതുപോലെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. കണ്ട, സമാസം എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. വിവിധ തരത്തിലുള്ള സമാസങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത പദം ഏത്? പറയാമോ? മോക്ഷാർത്ഥിയാണോ? നാശനഷ്ടങ്ങൾ, നീലാകാശം, കലാമർമ്മം? നീലാകാശം അല്ല, തൽപുരുഷനല്ല. അപ്പൊ നമുക്കൊന്ന് നോക്കാം. അപ്പൊ തൽപുരുഷ സമാസം എന്ന് പറയുമ്പോൾ സമാസം എന്താണെന്ന് അറിയണം. അല്ല, സമാസം എന്താണെന്ന് പറയുമ്പോൾ വിഭക്തി പ്രത്യായം കൂടാതെ, വിഭക്തികൾ അറിയാമോ? പ്രത്യായങ്ങൾ അറിയാമോ കുട്ടികളെ? വിഭക്തി പ്രത്യായം കൂടാതെ 2 അതിലധികമോ പദങ്ങൾ തമ്മിൽ ചേർക്കുന്നതാണ് സമാസം അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ഒറ്റ പദം ഉപയോഗിച്ച് നമുക്കൊന്നും പറയാൻ കഴിയത്തില്ല. അപ്പോഴാണ് വിവിധ പദങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത്. ഇതിനെയാണ് കുട്ടികളെ സമസ്ത പദം എന്ന് പറയുന്നത്. സമസ്ത പദം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താ കുട്ടികളെ? സമസ്ത പദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? സമസ്ത പദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? എന്താ? അതായത് 2 അതിലധികമോ പദങ്ങൾ അർത്ഥവത്തായി ചേർന്ന് ഒരു ഒറ്റ പദമായിട്ട് മാറും. മനസ്സിലായി? 2 അതിലധികമോ പദങ്ങൾ കൂടിച്ചേർന്ന് ഒരു അർത്ഥവത്തായ ഒരു പദമായിട്ട് മാറും. അങ്ങനെ എഴുതി വെച്ചോണേ എല്ലാരും. ഇതിനെയാണ് ചിലപ്പോ അങ്ങനെയും ചോദിക്കുക, എന്താണ് സമസ്ത പദം?
ഇതിനെയാണ് സമസ്ത പദം ഉണ്ടാകുന്നത്. ഉദാഹരണം, ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അമ്മയുടെ പദം, അമ്മ പദം ഇല്ലേ? വിദ്യ അഭ്യസിക്കുന്നയാൾ, എന്താ കുട്ടികളെ? വിദ്യ അഭ്യസിക്കുന്നയാൾ ആരാ? വിദ്യാർത്ഥി. ഇവിടെ രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർന്നിട്ടല്ലേ കുട്ടി ഒരു സമസ്ത പദം ഉണ്ടായത്? വിദ്യ അഭ്യസിക്കുന്നയാൾ, വിദ്യാർത്ഥി. ഇതാണ് സമസ്ത പദം. മോക്ഷം ആർത്ഥിക്കുന്നയാൾ, മോക്ഷാർത്ഥി. കിട്ടിയോ? 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 അതാണ് മോക്ഷാർത്ഥി. സമസ്ത പദം ഉദാഹരണം മോക്ഷാർത്ഥിയാണ്. ഇങ്ങനെ പഠിച്ചെന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഉത്തരം ഇവിടെ കിട്ടാൻ പോണില്ല. ഇവിടെ നിങ്ങൾ പൂർവപദം എന്താണെന്നും സമസ്ത പദം പ്രധാനമായിട്ട് രണ്ട് സമസ്ത പദത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും കേട്ടാ. എങ്ങനെയാണെന്ന് അറിയാമോ? പൂർവപദമെന്നും ഉത്തരപദമെന്നും സമസ്ത പദത്തെ രണ്ടായിട്ട് തിരിക്കും. ഇനിയിപ്പൊ എന്റെ ക്ലാസ് ഇരിക്കുന്ന കുട്ടികളൊന്ന് പറഞ്ഞേ, എന്താണ് സമസ്ത പദം? പറഞ്ഞേ. രണ്ടോ അതിലധികമോ പദങ്ങൾ ചേർന്ന് അർത്ഥവത്തായ ഒറ്റ പദമായി മാറുന്നതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? സമസ്ത പദം. ഈ സമസ്ത പദത്തെയാണ് നമ്മൾ സമാസം, കുട്ടികളെ സമസ്ത പദത്തെയാണ് സമാസം എന്ന് പറയുന്നത് കേട്ടോ. അത് രണ്ടും ഒന്ന് തന്നെ കേട്ടാ. ഇതിനെ എന്തെന്നും പറയും? ഇതിനെ സമാസം. അയ്യോ സമസ്ത പദമാണോ ടീച്ചറെ സമാസം? അതെ, ഈ സമസ്ത പദത്തെയാണ് നമ്മൾ സമാസം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്പോ ഈ സമസ്ത പദത്തെ നമ്മൾ രണ്ടായിട്ട് പ്രധാനമായിട്ട് തരത്തിരിക്കും. ഏതാണ്? ഒന്ന് പൂർവപദവും മറ്റൊന്ന് ഉത്തരപദം. അല്ല, പൂർവപദം ഉത്തരപദം. അങ്ങനെയാണെങ്കിലേ കുട്ടികളെ അമ്മ പദം, അമ്മ പദത്തിലെ ഉത്തരപദം ഏത്? പൂർവപദം ഏത്? പൂർവപദം ഏതാ? അമ്മ. അമ്മ. ഉത്തരപദം ഏതാ? ഉത്തരപദം ഏതാ? പദം. കിട്ടിയോ? ഉത്തരം കിട്ടിയോ? ഇങ്ങനെയാണ് നമ്മള് സമസ്ത പദത്തെ രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് പൂർവപദവും ഉത്തരപദവും. ഇനിയിപ്പോ നമ്മൾ ഓരോ സമാസം എടുക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഇപ്പൊ പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്നത്, ഇങ്ങനെ ലെവലിൽ പഠിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എന്താണ് സമാസം, സമസ്ത പദം എന്ന് മനസ്സിലായി. സമസ്ത പദത്തെ ഉത്തരപദമെന്നും പൂർവപദമെന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഇത്രയും ക്ലിയർ ആണേ? ക്ലിയർ ആണ്. ഇനി നമ്മൾ വിഭക്തിയിലേക്ക് നോക്കും. വിഭക്തി പ്രത്യായം കൂടാതെ രണ്ടോ അതിലധികമോ പദങ്ങൾ തമ്മിൽ ചേർക്കുന്നതാണ് സമാസം അല്ലെ? അതാണ് നിങ്ങൾ നോക്കൂ. നീലയായ ആകാശം, നീലാകാശം. ഒരു പദത്തെ പ്രത്യായങ്ങളോ ശബ്ദങ്ങളോ ചേർത്ത് വിവരിക്കുന്നത് വിഗ്രഹിക്കൽ എന്ന് പറയുന്നു. അതിനെയാണ് വിഗ്രഹിക്കുന്നത് അല്ലെ? മഞ്ഞക്കിളി അല്ലെ? മഞ്ഞക്കിളി, മഞ്ഞക്കിളി. വിഗ്രഹിക്കാനാവാത്തതായി നിൽക്കുന്നതാണ് നിത്യസമാസം. ചിലപ്പോൾ പിള്ളേർ എന്താ ടീച്ചറെ നിതൃസമാസം എന്ന് വെച്ചാൽ എന്താ? വിഗ്രഹിക്കാനാവാത്തത്. ചെമ്പരത്തി. വിഗ്രഹിക്കാനാവാത്ത ചില പദങ്ങളുണ്ട്, സമാസങ്ങളുണ്ട്. അതാണ് നിതൃസമാസം. ഒരു കുട്ടി ഡൗട്ട് ചോദിച്ചതാണ് എൻ്റെ അടുത്ത്, ടീച്ചറെ നിതൃസമാസം എന്താ? വിഗ്രഹിക്കാനാവാത്തതാണ് നിത്രമായി നിൽക്കുന്നത്. നിതൃ മീൻസ് വിഗ്രഹിക്കാനാവാത്ത, അതാണ് നിതൃസമാസം. ഒന്ന് എഴുതി വെച്ചോണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. സമസ്ത പദം എന്താണ്? അഥവാ പൂർവപദം ഉത്തരപദം എന്താണ്? നിതൃസമാസം മീൻസ് വിഗ്രഹിക്കാൻ കഴിയില്ല. കഴിയുമോ? ഇല്ല. അവയാണ് നിതൃസമാസം. ഓക്കെ. ഇനി നിങ്ങളത് ഇവിടെ നോക്കൂ. പൂർവോത്തര പദം. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ക്ലാസ് ഇരുന്ന് നിങ്ങൾക്കറിയാം ടീച്ചറെ എന്താണ് പൂർവപദം, എന്താണ് ഉത്തരപദം എന്ന് നിങ്ങൾക്കറിയാം. അറിയാമോ കുട്ടികളെ? അറിഞ്ഞൂടെ? അറിയാം. അറിയാം. ഇവിടെ ഇനി നോക്കൂ. ഈ പൂർവോത്തര പദങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് നമ്മള് ഈ സമാസത്തെ നാലായി തരംതിരിക്കാം. അതാണ് ഔവൈഭാവൻ, ദ്വിന്ദ്വ സമാസം, ബഹുബ്രീഹി സമാസം, തൽപുരുഷ സമാസം എന്നിങ്ങനെ നാലായിട്ട് തരംതിരിക്കാം. ഇനി തൽപുരുഷ സമാസത്തിനെ എഗെയിൻ നമ്മൾ 12 ഡിവിഷൻസുകളായിട്ട് തരംതിരിക്കുന്നുണ്ട്. 12 ഡിവിഷൻസുകളായിട്ട്. അത് ഓരോന്നും പതുക്കെ പഠിച്ചെടുക്കുക. ഓടിയൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് സമാസം, സമസ്ത പദം എന്നും ഉത്തരപദം പൂർവപദം എന്താണെന്നും നിതൃസമാസം അതായത് വിഗ്രഹിക്കാൻ കഴിയാത്തവയാണ് നിതൃസമാസം എന്നും മനസ്സിലായി. ഇനി നമ്മൾ ഔവൈഭാവൻ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യം നോക്കൂ കുട്ടികളെ. നമ്മൾ വിഗ്രഹിച്ചെടുക്കുമ്പോഴേ എന്ത് പദത്തിന് പ്രാധാന്യം? പൂർവപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ആണോ എന്ന് നോക്കിയേ. യഥാവിധി, വിധി പോലെ. ആണോ? പ്രതിവർഷം, വർഷം തോറും. ആണോ? ഇവിടെ പൂർവപദത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിലാണ് പ്രാധാന്യം. വിഗ്രഹിക്കുമ്പോഴാണ് എന്തിന് പ്രാധാന്യം വരുന്നത്? പൂർവപദത്തിന്. അങ്ങനെയുള്ളവയാണ് ഔവൈഭാവൻ. ക്ലിയർ ആണ്? യഥാവിധി, വിധി പോലെ. യഥാവിധി, വിധി പോലെ.
യഥാവിധി, വർഷം തോറും, പ്രതിവർഷം, സ്നേഹത്തോടെ, സസ്നേഹം, ദിനം തോറും, അനുദിനം. ഇവിടെ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിനാണ് പ്രാധാന്യം അല്ലേ? പൂർവപദത്തിന് വിധി പോലെ യഥാവിധി ആണോ? വർഷം തോറും, പ്രതിവർഷം ആണോ? യഥാവിധി, വിധി പോലെ. വിഗ്രഹിക്കുമ്പോൾ ആർക്കാ പ്രാധാന്യം വരുന്നത്? പൂർവപദത്തിന് പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ അവൈഭാവൻ. ക്ലിയർ ആണേ? ഇത് എഴുതി തന്നെ വയ്ക്കണം, ഒരു പ്രാവശ്യമല്ല പലതവണ. ഇനിയിപ്പോ ഇങ്ങനെ പഠിക്കുമ്പോ ചില പിള്ളേർ പറയും, ടീച്ചറെ ഞാനിതെല്ലാം പഠിച്ചു, എനിക്കെല്ലാം അറിയാം. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ? പ്രീവിയസ് യഥാവിധിയിലെ ടീച്ചർ, ഈ യഥാവിധിയില് യഥാ എന്നുള്ളതല്ലേ പൂർവപദം? അല്ലടാ, വിധി പോലെ. മനസ്സിലായി? ഹലോ, പറഞ്ഞോളൂ ടീച്ചർ. ഞാൻ തന്നെ കേൾക്കുവാണ്. അപ്പൊ നിങ്ങൾ മ്യൂട്ട് ചെയ്തോളൂ. ഏതോ ഒരു കുട്ടി. ടീച്ചറെ, യഥാവിധിയിലെ പൂർവപദവും ഉത്തരപദവും ഇല്ലേ? പൂർവപദം എന്നുള്ളത് ആദ്യത്തെയും ഉത്തരപദം എന്ന് പറയുന്നത് രണ്ടാമത്തെ അല്ലേ വരിക? പക്ഷെ ഇവിടെ അങ്ങനെയുള്ള പ്രാധാന്യം കൂടെ. ഇവിടെ പൂർവപദം ഏതാണ്? സോറി, ഇവിടത്തെ പൂർവപദം ഏതാണ്? പേര് വിളിച്ച് തെറ്റിപ്പോയി. പൂർവപദം ഏതാണ് ഇവിടത്തെ? പറയൂ. യഥയാണോ വിധിയാണോ? യഥാവിധിയിലെ. എന്റെ തെറ്റാണോന്നറിയില്ല, ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് എനിക്ക് ചോദിക്കുന്നു, മനസ്സിലായി ടീച്ചർ. അത് വിധി പോലെ എന്നല്ലേ വന്ന, പിന്നെ എന്താ അവിടെ വിധിക്കാണ് വിധി പോലെ. അവിടെയാണ് വിഗ്രഹിക്കുമ്പോൾ പ്രാധാന്യം നമ്മൾ വരുന്നത്. അവിടെ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിനല്ലേ പ്രാധാന്യം വന്നത്? അപ്പൊ വിധി പോലെ. വർഷത്തിനാണ് പ്രാധാന്യം, വർഷം തോറും. സസ്നേഹം, സ്നേഹത്തോടെ. അവിടെ അതൊക്കെ പൂർവപദങ്ങളാണ്. കേട്ടോ? ഹലോ, കേട്ടു ടീച്ചറെ. അതായത് വിഗ്രഹിക്കുമ്പോൾ പ്രാധാന്യമുള്ള പദത്തെയാണ് അവൈഭാവൻ എന്ന് പറയാല്ലേ? ഹലോ, ഏതോ ഒരു കുട്ടി നിങ്ങള് പിന്നെ മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമ്പോ മാത്രം, ബാക്കി എല്ലാ സമയത്തും മ്യൂട്ട് ചെയ്തോണേ. ഇവിടെ നിന്ന് എനിക്ക് തിരിച്ച് എന്റെ എക്കോ കേൾക്കുന്നുണ്ട്, എക്കോ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ ഇവിടെ നിങ്ങൾ അവയഭാവം പഠിക്കുമ്പോൾ പൂർവ്വപദത്തിനൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കുക. പൂർവ്വപദത്തിന് എവിടാണോ പ്രാധാന്യം കിട്ടുന്നത് അതാണ് അവയഭാവം. മനസ്സിലായോ? മനസ്സിലായോ കുട്ടികളെ? ഇല്ല. നമ്മൾ വിഗ്രഹിച്ച് കഴിയുമ്പോ ഏതിനാണോ പ്രാധാന്യം അതാണ് ഉത്തരപദം. അതാണോ? വിഗ്രഹിക്കുമ്പോൾ അതിനാണ് പ്രാധാന്യം. ഇവിടെ പൂർവ്വപദത്തിനല്ലേ പ്രാധാന്യം കിട്ടിയ വിഗ്രഹിച്ചപ്പോ? ആണോ? യഥാവിധിയെ വിഗ്രഹിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രാധാന്യം കിട്ടിയത് ആരൊക്കെ? വിധിക്കാണ് പ്രാധാന്യം വന്നത്. അപ്പൊ അത് ഉത്തരപദം അല്ലേ? അത് ഉത്തരപദമല്ല, അത് പൂർവ്വപദമാണ്. വിധി പോലെ എന്ന് പറയുമ്പോ യഥാവിധി. നമ്മൾ ഒരു പറഞ്ഞു നോക്കിയ വിധി പോലെ എന്ന് പറയുമ്പോ യഥാവിധി. അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ആർക്കാ? വിധിക്കല്ലേ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അത് പൂർവ്വപദമാണ്. യഥാവിധി, വിധി പോലെ. വിഗ്രഹിച്ചപ്പോ പ്രാധാന്യം കിട്ടി വിധി. ഇതാ പൂർവ്വപദത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. മനസ്സിലായോ? അല്ല, യഥാക്ക് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇല്ല. പ്രതിവർഷം, വർഷം തോറും വിഗ്രഹിച്ചു. പ്രതിവർഷത്തെ വിഗ്രഹിച്ചു, വർഷം തോറും. അപ്പൊ നമ്മൾ അവിടെ വർഷത്തിനാണ് പ്രാധാന്യം വരുന്നത്. സസ്നേഹം, സ്നേഹത്തോടെ. അപ്പൊ വിഗ്രഹിക്കുമ്പോൾ പൂർവ്വപദത്തിന് വിഗ്രഹിച്ചപ്പോൾ മാത്രമാണ്, ഇല്ലെങ്കിൽ അല്ല. വിഗ്രഹിക്കുമ്പോഴാണ് പൂർവ്വപദത്തിന് പ്രാധാന്യം കിട്ടുന്നുവെങ്കിൽ അതാണ് അവൈഭാവം. മനസ്സിലായോ? അങ്ങനാണെങ്കിൽ ഇവിടെയും കൂടെ ഒന്ന് നോക്കിയേ. ദ്വിത്വസമാസം. ദ്വിത്വസമാസത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് രണ്ടിനും ഒരേ പ്രാധാന്യമുണ്ട്. പൂർവ്വപദത്തിനും ഉത്തരപദത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. ഗുരു ശിഷ്യന്മാർ, ഗുരുവും ശിഷ്യനും സിമ്പിളാണ്. മാതാപിതാക്കൾ, മാതാവിനും പിതാവിനും. അതായത് ഉത്തരപദത്തിനും പൂർവ്വപദത്തിനും തുല്യ പ്രാധാന്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്തെന്നറിയപ്പെടുന്നത്? ദ്വിത്വസമാസം എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ. അടുത്തത് ഇനിയിപ്പോ നമ്മളെ സമയം അങ്ങോട്ട് കഴിഞ്ഞു. അതുകൊണ്ട്
എനിക്ക് പോവേണ്ടതായിട്ടും കൂടെ ഉണ്ട്. പക്ഷെ നമ്മളിത് കുറച്ച് സമയം സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടെ കൂട്ടി തന്നത്. നമ്മൾ 8 മണി വരെ 1 മണിക്കൂറാണ് ക്ലാസ് കേട്ടോ, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന് പ്രാധാന്യം ശ്രദ്ധിക്കുക. പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ ഒന്നിനും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല, മറിച്ച് ഒരു അന്യപദത്തിനാണ്. അതായത് കാർമേഘവർണ്ണൻ നമ്മൾ വിഗ്രഹിച്ചു. എങ്ങനെ എന്ത് കിട്ടി? കാർമേഘത്തിന്റെ നിറമുള്ളവൻ എന്നല്ലേ കിട്ടിയത്. അപ്പൊ നമുക്കിവിടെ പൂർവ്വപദത്തിനോ ഉത്തരപദത്തിനോ അല്ല, അതൊരു അന്യപദത്തിനാണ് പ്രാധാന്യം കിട്ടിയത്. കാർമേഘവർണ്ണൻ. കാർമേഘവർണ്ണൻ ആരാണ്? കാർമേഘത്തിന്റെ നിറത്തോടു കൂടിയാണ് ശ്രീകൃഷ്ണൻ. മനസ്സിലായോ? കാർമേഘത്തിന്റെ നിറമുള്ളവൻ. അതുപോലെ നോക്കൂ കുട്ടികളെ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കണം. നീലകണ്ഠൻ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ, നീലകണ്ഠൻ. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് നിങ്ങളൊന്ന് പറയാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഒന്ന് ശ്രമിച്ചിട്ട് ഉത്തരം പറയാൻ ശ്രമിക്കും. ഇതെല്ലാം പ്രീവിയസ്ലി വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ചില ക്വസ്റ്റ്യൻസുകളാണ്. ഇതൊന്ന് പറയാനൊന്ന് ശ്രമിക്കൂ. ദ്വിഗുസമാസം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, എങ്കിലും എന്ന് പറഞ്ഞു കുട്ടികളെ. ഉപമാ തൽപുരുഷ സമാസത്തിന് ഉദാഹരണം ഏത്? സുഖദുഃഖം, മുഖകമലം, തളിർമേനി, നീലമേഘം. കാടിന്റെ മക്കൾ എന്നതിലെ സമാസം. ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. ഉപമാ തൽപുരുഷൻ എന്ന് പറയുമ്പോൾ ഉപമിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞു, ഉപമിച്ച് ഇതിൽ ഏത് വേടാ പറഞ്ഞിരിക്കുന്നത്? ഇതിപ്പോ എളുപ്പമായിട്ട് വരും. സുഖദുഃഖം, മുഖകമലം, തളിർമേനി, നീലമേഘം. ഏതാ ഉത്തരം? മുഖകമലമാണോ? നമ്മുടെ തളിർമേനി. മേനിയെ തളിരാക്കി ഉപമിച്ചിരിക്കുന്നതായിരിക്കും അങ്ങോട്ട് പറഞ്ഞത് അല്ലേ? സുഖദുഃഖം എന്തായാലും പറഞ്ഞില്ല. ഇവിടെ ഉത്തരം ഈ പറഞ്ഞ ഉത്തരം തെറ്റാണ്. എടാ, മേഘത്തെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുകയാണ്. നീലമേഘം. മേഘത്തെ ഉപമിച്ചിരിക്കുന്നു, നീലയോട് ഉപമിച്ചു. നീലമേഘം. മേഘത്തെ അല്ലേ ഉപമിച്ചിരിക്കുന്നത് നീലയായിട്ട്? നീലമേഘം. മുഖകമലം ഒന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. തളിർമേനി ഒരിക്കലും പറയത്തില്ല. നോക്കിയേ, നീലയായ മേഘം, നീലമേഘം ഉപമിച്ചിരിക്കുന്നു. ഉപമാ തൽപുരുഷൻ. മനസ്സിലായോ? ഇനി അടുത്ത നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒന്ന് പറയാൻ ശ്രമിക്കൂ. നമ്മൾ ഒന്ന് ഏതാ പഠിച്ചത്? ഇപ്പൊ നമ്മള് ഔവൈഭാവനും പഠിച്ചു, ദ്വന്ദ്വ സമാസവും പഠിച്ചു. ബഹുബ്രീഹി പഠിച്ചിട്ടില്ല. കാടിന്റെ മക്കൾ എന്നതിലെ സമാസം പറയാൻ പറ്റൂ? പറയാൻ പറ്റില്ല. ഇവിടെ ഞാനൊരു സാധാരണ നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു പോയത്. നിങ്ങൾക്ക് കഴിയുമെന്നുള്ള രൂപക സമാസം, അതൊക്കെ നമുക്ക് പറഞ്ഞെടുത്തേ പറ്റത്തുള്ളൂ. ലളിതമായ എന്ന വാക്കിന്റെ ശരിയായ സമാസം ഒന്ന് പറയാം. ലളിതമായ എന്ന വാക്കിന്റെ ശരിയായ സമാസം ഏതാണ് കുട്ടികളെ? ലളിതമായ എന്ന വാക്കിന്റെ ശരിയായ സമാസം തൽപുരുഷ സമാസമാണ്. തൽപുരുഷൻ. അപ്പൊ നമുക്ക് ഇതെല്ലാം പഠിക്കണമെങ്കിൽ ക്ലിയർ ആയിട്ട് കണ്ട തൽപുരുഷ സമാസത്തെ നമുക്ക് 12 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കാം. എതിരാണ് അതാണ് നിർദ്ദേശിക തൽപുരുഷൻ, പ്രതിഗ്രാഹിക തൽപുരുഷൻ, സംയോജിക തൽപുരുഷൻ, ഉദ്ദേശിക തൽപുരുഷൻ, പ്രയോജിക തൽപുരുഷൻ, സംബന്ധിക തൽപുരുഷൻ, ആധാരിക ആധാരിക തൽപുരുഷൻ, ഉപമാ തൽപുരുഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞത്. വിഗ്രഹിക്കുമ്പോൾ ഉപമാ അലങ്കാരത്തിന്റെ രൂപത്തിൽ വരുന്ന സമാസം. മനസ്സിലായോ? അതാണ് ഉപമാ തൽപുരുഷൻ. പഠിക്കുന്ന മിസ് മനസ്സിലായോ എന്താണ്? ഈ എന്താ പറയുക, വിഭക്തി പ്രത്യയങ്ങളുടെ ഈ കാര്യങ്ങളെ നമ്മളൊരു പദ്യരൂപത്തിൽ പഠിച്ചിട്ടുണ്ട് പണ്ട്. വിഭക്തി പ്രത്യയങ്ങൾ ഈ തന്മ നിർദ്ദേശിക, കർത്ത, പ്രതിഗ്രാഹിക, കർമ്മമേയോട്, സംയോജിക, സാക്ഷി. ഉദ്ദേശിച്ചത് വിഭക്തി പ്രത്യയങ്ങളുടെ അതൊരു പദ്യം പോലെ പഠിച്ചാൽ അത് ഓർത്ത് ഇരിക്കുമല്ലോ. ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഓർത്ത് വയ്ക്കാൻ നിങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിച്ചു വയ്ക്കുന്നത്. ഓർത്ത് വയ്ക്കാൻ വളരെ ഈസിയാണ്. അങ്ങനെയൊക്കെ പഠിച്ചെടുത്താലാണ്. തീർച്ചയായും ഇയാൾ അങ്ങനെയൊക്കെ പഠിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ വളരെ ഈസി ആയിരിക്കും പഠിച്ചെടുക്കാനും. വിഭക്തി പ്രത്യയങ്ങളാണെങ്കിലും വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് അങ്ങനെ പഠിച്ചെടുക്കാൻ കഴിയും. വചനങ്ങൾ അപ്പൊ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ പഠിക്കാൻ. നമ്മളിപ്പോ ആദ്യത്തെ ക്ലാസ് ആയിട്ടേ ഉള്ളൂ. ഒത്തിരി പാർട്ടുകൾ ഉണ്ട് ഇവിടെ പഠിച്ചെടുക്കാൻ. ഓക്കെ ഓക്കെ മിസ്. സമാസങ്ങളുണ്ട്. ഇതിപ്പോ സമാസത്തിലേക്ക് ആക്ച്വലി ഞാൻ വിഭക്തി പ്രത്യയവും ബാക്കിയെല്ലാം പഠിക്കും. ഇവിടെ ഞാൻ സമാസത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാര്യം താണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കണ്ടില്ലേ കുട്ടികളെ? മോക്ഷാർത്ഥി എന്ന് പറഞ്ഞ് ആ മോക്ഷാർത്ഥി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഭേദകാനുപ്രയോഗവും ഈ സമസ്ത പദവും നമ്മള് വിഭക്തി പ്രത്യയം പഠിപ്പിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പൊ നമുക്കിന്ന് സമയം ഇല്ല.
എങ്കിൽ അവ്വൈഭാവും ദ്വിന്ദ്വ സമാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വളരെ ഈസി പെട്ടതാണ്. കണ്ട, ഗുരു ശിഷ്യന്മാർ, രാവും പകലും, ഇതൊക്കെ തന്നെ ദ്വിന്ദ്വ സമാസമാണ്. ഇനി ബഹുബ്രീഹി സമാസമാണ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ അന്യപദത്തിന്, അതായത് നമ്മളെ പിന്നെ വിഗ്രഹിക്കുമ്പോൾ വേറൊരു പദത്തിന്, നമ്മള് പൂർവപദത്തിനോ ഉത്തരപദത്തിനോ അല്ലാതെ മറ്റൊരു പദത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കിയാലേ മനസ്സിലാവും. കാർമേഘ വർണ്ണൻ എന്ന് വെച്ചാൽ വിഗ്രഹിക്കുമ്പോ എന്താ? കാർമേഘത്തിന്റെ നിറമുള്ളവൻ ശ്രീകൃഷ്ണൻ. നീലകണ്ഠൻ, നീലയായ കണ്ഠമുള്ളവൻ ആരോ അവൻ. ആരാ? മഹാശിവൻ അല്ലെ? നീലകണ്ഠൻ, നീലയായ കണ്ഠമുള്ളവൻ ആരോ അവൻ. ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ അന്യപദത്തിന്റെ നിങ്ങൾ വിഗ്രഹിച്ചു നോക്കണം. അപ്പൊ നമ്മള് അന്യപദത്തിന് ഏതോ ഒന്നിനാണ് പ്രാധാന്യം വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതാണ് ബഹുബ്രീഹി. ഓക്കെ, നമ്മളൊന്ന് പഠിപ്പിച്ചെടുക്കണം. അതുകൊണ്ട് ഞാൻ ഓടി ഒന്ന് പോകുന്നതാണ്. ഇനി തൽപുരുഷൻ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് തൽപുരുഷൻ 12 ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. തൽപുരുഷൻ എന്ന് പറയുമ്പോൾ വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസം. എന്താണ് കുട്ടികളെ? വിഗ്രഹിക്കുമ്പോൾ ഉത്തരപദത്തിന് പ്രാധാന്യമുള്ള സമാസം എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇനി അതിന്റെ അകത്തോട്ട് ഇറങ്ങിയാലേ പ്രാധാന്യം കിട്ടും. അതായത് ഈ നമ്മളെപ്പോഴും ഉത്തരപദത്തിനാണ് തൽപുരുഷനിൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഈ തൽപുരുഷനെ പ്രധാനമായിട്ട് 12 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അതാണ് നിർദ്ദേശിക തൽപുരുഷൻ. അതായത് നിർദ്ദേശികയ്ക്ക് പ്രത്യായം ഇല്ല. ഉദാഹരണം നോക്ക്, ഭാരതം എന്ന രാജ്യം. ഇവിടെ പ്രത്യായം ഇല്ലാത്തൊരു സമാസമാണ് നിർദ്ദേശിക തൽപുരുഷൻ. എന്തെങ്കിലും നമ്മൾ എന്നീ പ്രത്യായങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് വിചാരിക്കണം അത് നിർദ്ദേശികയായിരിക്കും. ക്ലിയർ ആണോ കുട്ടികളെ? അത് നിർദ്ദേശികയായിരിക്കും. ഇനി പ്രതിഗ്രാഹിക തൽപുരുഷനാണെങ്കിൽ പ്രത്യായം പ്രത്യായം, അതായത് കോഴി വളർത്തൽ, കോഴിയെ വളർത്തൽ, പ്രത്യായം വന്നാൽ പ്രതിഗ്രാഹിക. അപ്പൊ തൽപുരുഷൻ എന്ന് പറയുമ്പോ എന്താണ് കുട്ടികളെ അർത്ഥമാക്കുന്നത്? പൂർവപദത്തിനാണോ ഉത്തരപദത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? തൽപുരുഷന് ഉത്തരപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി തൽപുരുഷ സമാസത്തെ എത്ര വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം? 12 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ഏതാണ്? നിർദ്ദേശിക തൽപുരുഷൻ. നിർദ്ദേശികയെ സംബന്ധിച്ചിടത്തോളം പ്രത്യായം ഇല്ല. ഉദാഹരണം, ഭാരതം എന്ന രാജ്യം. പ്രത്യായം ഉണ്ടോ? ഇല്ല, പ്രത്യായം ഇല്ല. പ്രത്യായം ഇല്ലാത്ത സമാസമാണ് എന്താ പറയുന്നത്? നിർദ്ദേശിക തൽപുരുഷൻ. ഇനി വരുന്നത് പ്രതിഗ്രാഹിക്കാണെങ്കിൽ പ്രത്യായമുണ്ട്. പ്രതിഗ്രാഹിക പ്രത്യായമാണ്. അതായത് എന്ന് വെച്ചാൽ കോഴിയെ വളർത്തൽ. ഒന്ന് വായിച്ചു നോക്കിയ, കോഴി ഇവിടെ ഒരു പ്രത്യായം വന്നു അപ്പൊ നിങ്ങൾ ആ വേർഡ് വായിച്ചു നോക്കണം. കോഴിയേ, കേട്ടോ? അതാണ് പ്രതിഗ്രാഹിക. ഇനി അടുത്ത നോക്കൂ കുട്ടികളെ, സംയോജിക എന്ന് പറയുമ്പോ എപ്പോഴും യോജിച്ചിരിക്കുന്നു. ഓട് ദേശത്തോട് സ്നേഹം, സംയോജിക. അറിഞ്ഞൂടാത്തൊരു ചോദിക്കണം. ഉദ്ദേശിക സഹോദരന് തുല്യൻ, പിതൃക്കൾക്ക് തർപ്പണം. 4 കിട്ടി. അപ്പോ തൽപുരുഷ സമാസത്തെ പ്രധാനമായിട്ട് 4 തരംതിരിക്കുന്നു, 12 തരംതിരിക്കുന്നു. അതിൽ 4 നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് കുട്ടികളെ പഠിച്ചത്? ഒന്ന് പറഞ്ഞേ. നിർദ്ദേശിക, സംയോജിക, ഉദ്ദേശിക. നിർദ്ദേശിക പ്രത്യായം ഇല്ലാത്ത നിർദ്ദേശികയ്ക്ക് പ്രത്യായം ഇല്ല. സംയോജികയുടെ പ്രത്യായം ഏതാ? ഓട്. ഇനി അങ്ങനെയാണെങ്കിൽ പ്രതിഗ്രാഹികയുടെ പ്രത്യായം ഏതാ? പ്രത്യായം. ഇങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. ഇവിടെ നിന്നാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതൽ, കേട്ടോ. നിർദ്ദേശികയ്ക്ക് പ്രത്യായം ഇല്ല. ഓട് ഭാരതം എന്ന രാജ്യം. പ്രതിഗ്രാഹികയ്ക്ക് പ്രത്യായമുണ്ട്. എന്റെ എക്കോ കേൾക്കുന്നത്. ആരോ ഒന്ന് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചേ. ഇനി കോഴി പ്രത്യായം പ്രതിഗ്രാഹിക. സംയോജികയാണെങ്കിൽ ഓട് പ്രത്യായം വരുന്നു. ഉദ്ദേശികയാണെങ്കിൽ പ്രത്യായം വരുന്നു. പ്രയോജികയാണെങ്കിൽ ആൽ സ്വർണത്താലുള്ള താലം. പ്രയോജിക ആൽ സ്വർണത്താലുള്ള താലം, പ്രത്യായം. മനസ്സിലായാലോ? അപ്പൊ തൽപുരുഷ സമാസം എന്ന് പറയുമ്പോൾ ഉത്തരപദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവ്വൈഭാവ സമാസത്തിനാണെങ്കിൽ പൂർവപദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദ്വന്ദ്വ സമാസത്തിനാണെങ്കിൽ പൂർവപദത്തിനും ഉത്തരപദത്തിനും ദ്വന്ദ്വ സമാസത്തില് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ബഹുബ്രീഹി സമാസത്തിനാണെങ്കിലോ കുട്ടികളെ അന്യപദത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഹലോ, പഠിച്ചോ? അന്യപദത്തിന് ഒരു ഉദാഹരണം പറഞ്ഞേ. ഹലോ,
താമരക്കണ്ണൻ, നീലകണ്ഠൻ, കാർമേഘൻ, അല്ലെ, കാർമേഘവർണ്ണൻ എന്നിവയെല്ലാം തന്നെ എന്തിനുദാഹരണമാണ്? ഹലോ കുട്ടികളെ, ഏതിന് ഉദാഹരണമാണ്? ബഹുബ്രീഹി സമാസത്തിന് ഉദാഹരണമാണ്. ക്ലിയർ ആണ്? ഇനി ഇതില് നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാൻ തീരത്തില്ല. കാര്യം 12 എണ്ണം ഉണ്ട്. കണ്ടോ, 12 എണ്ണം വരും. കണ്ടോ, മധ്യമ ലോപി വരെ വന്നാൽ മാത്രമേ ഇവിടെ തീരത്തുള്ളൂ. ഈ മഴക്കോട്ടൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്, മഴക്കോട്ട്. ചിലപ്പോ മധ്യമ ലോപി എന്ന് തന്നെ ചോദിക്കും. അത് കാറ്റഗറി 3കാർക്ക് മധ്യമ ലോപി എന്ന് ചോദിച്ചു. രൂപകമൊക്കെ എളുപ്പമാണ്. അതായത് പൂർവ്വപദമായിരിക്കും വർണ്ണിക്കുന്നത്. ഇവിടെ വർണ്ണിക്കുന്ന പൂർവ്വം നമ്മൾ അങ്ങനെയൊന്നും പഠിച്ചാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾക്ക് ഏകദേശം എവിടം വരെ മനസ്സിലായ കുട്ടികളെ? സമാസം മനസ്സിലായോ? ആദ്യം ചോദിക്കട്ടെ, സമാസം ഔവൈഭാവൻ, ദ്വന്ദ്വ സമാസം, ബഹുബ്രീഹി, തൽപുരുഷ മനസ്സിലായോ? പറയൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ സമയം കഴിഞ്ഞുവല്ലോ. 7 to 8 മണി വരെയാണ് നമ്മുടെ ക്ലാസ്. പിന്നെ ഞാൻ ആദ്യം ഇച്ചിരി സംസാരിച്ചുകൊണ്ടാണ് ഇവിടെ ഞാനൊന്ന് എടുത്തു പോയത്. അപ്പൊ അങ്ങനാണെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പാർട്ടുകൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പഠിച്ചു. ഒറ്റപ്പദമാക്കാൻ നമ്മൾ പഠിച്ചു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പെഡഗോജിയിലെ ചെറിയ 1-2 ചില പാർട്ടുകൾ വെറുതെ ഒന്ന് പഠിച്ചുപോയി. വ്യാക്ഷേപ ശബ്ദം ഇനി ആരും മറക്കില്ലല്ലോ. എന്താ കുട്ടികളെ വ്യാക്ഷേപ ശബ്ദം? എന്താ? സംസാരത്തിനിടയ്ക്ക് വരുന്ന ഇമോഷൻസുകൾ, അല്ലെ? ഇമോഷൻസുകളെയാണ് വ്യാക്ഷേപ ശബ്ദം എന്ന് പറയുന്നത്. പിന്നെ ഒറ്റപ്പദം, ഒരുപാട് കാര്യങ്ങൾ ഇത് PDF അയച്ചു തരാം, ആരും പേടിക്കണ്ട. അതനുസരിച്ച് അങ്ങ് പഠിച്ചു പോയാൽ മതി. പിന്നെ നമ്മൾ അല്ലാതെ ഇന്റർഡിസിപ്ലിനറി അന്തർവിഷയാത്മകത്തെ കുറിച്ച് പഠിച്ചു. ഇനി ഇത് മേ ബി ഇനിയും വരാം. അതൊരു പെഡഗോജി പാർട്ടാണ്, അവിടെ ഒന്ന് പഠിച്ചു പോയി. പിന്നെ സമാസമാണ്. സമാസം പഠിക്കാനുള്ള സമയം തീർന്നിട്ടില്ല കേട്ടോ. ആക്ച്വലി സമാസം ഇനി ഒത്തിരി ഉണ്ട്. പിന്നെ ഞാൻ ഭേദഗാനുപ്രയോഗത്തെയും കൊണ്ടുവന്നിരുന്നു. ഭേദഗാനുപ്രയോഗം ഒന്ന് പഠിച്ചെടുക്കണം. വാക്പ്രയോഗം എന്താണ്, അനുപ്രയോഗം എന്താണ്, അനുപ്രയോഗത്തിലൂടെയാണ് പിന്നെയാണ് ഭേദഗാനുപ്രയോഗം വരുന്നത് കേട്ടോ. അനുപ്രയോഗവും വാക്പ്രയോഗവും ഒന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ സമാസത്തെ ഒരു ചെറിയ ലെവലിലേ എത്തിച്ചിട്ടുള്ളൂ. തൽപുരുഷ സമാസത്തിൽ 5 എണ്ണേ പഠിച്ചു. 12 എണ്ണം കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരിയായ ഇവിടത്തെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എത്തത്തില്ല. അപ്പൊ ഇതിനർത്ഥം നന്നായി സമസ്ത പദം പഠിക്കണം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞ കുട്ടികളെ, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ് അഭിപ്രായം? വെറുതെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ പോകത്തുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാവാതെ പോകും. ഹലോ പറയൂ. ഹലോ, ക്ലാസ് ഇപ്പൊ ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് അടുത്ത ക്ലാസ് ഇതിന്റെ ബാക്കി